എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം രമ്യഹർമ്മ്യക്രീഡ, വനക്രീഡ, ജലക്രീഡ. എന്താണ് ഈ വിഷയം എന്നെനിക്കൊരു സംശയം. ആലോചിച്ചിട്ടൊന്നും എനിക്ക് പിടികിട്ടണില്ല. പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്ന സമാധാനം മൂന്നിലും ക്രീഡ എന്നുണ്ടായിരുന്നു. അപ്പം ക്രീഡ, രാസക്രീഡ പറയാറുണ്ട്. അപ്പം ക്രീഡ എന്ന വാക്കിനർത്ഥം വിഹാരം എന്നുള്ളതായതുകൊണ്ട് വിഹാരമായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നി. പിന്നെ അതിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്, അതിലൊരു ആരോഹണ അവരോഹണ വിന്യാസം കാണാൻ സാധിച്ചില്ല. കാരണം രമ്യകർമ്മ്യക്രീഡ എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ ഗാർഹസ്ഥ്യത്തിലെത്തി. വനക്രീഡ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ബാല്യ കൗമാര അവസ്ഥകളാണ്. ജലക്രീഡ എന്ന് പറയുമ്പോഴും കൗമാരാവസ്ഥയിലുമുണ്ട്, ഗാർഹസ്ഥ്യ അവസ്ഥയിലുമുണ്ട്. ഇത് മൂന്നും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് നിർവാണദായകനായി നിൽക്കുന്ന ഭഗവാനെ, കൃഷ്ണനെ അവതരിപ്പിക്കണം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ വനക്രീഡയെക്കുറിച്ച് എടുക്കുമ്പോൾ ഭാഗവതത്തിൽ നമുക്ക് ദശമസ്കന്ധത്തിൻ്റെ നിരൂപണം നടത്തി വരുമ്പോൾ പ്രധാനമായി പറയുന്ന വനം എന്ന് പറയുന്ന വൃന്ദാവനമാണ്. നമ്മുടെ മനസ്സിലേക്കെല്ലാം ഓടിയെത്തുന്നതും വൃന്ദാവനമാണ്. ആ വൃന്ദാവന ക്രീഡ മാത്രമാണോ? അല്ല. കാരണം ഭഗവാന്റെ ശൈശവാവസ്ഥ മുതൽ ഭഗവാൻ വനത്തിലാണ്. നമ്മൾ കേട്ടറിഞ്ഞിരിക്കുന്നത് അമ്പാടി എന്നാണെങ്കിലും അമ്പാടിയുടെ യഥാർത്ഥ നാമം അമ്പാടി എന്നല്ല, ബൃഹദ്വനമാണ്. ആ ബൃഹദ്വനത്തിൽ നിന്നുമാണ് ഭഗവാൻ പിന്നീട് അടുത്ത വനത്തിലേക്ക് പോകുന്നത്. അത് മറക്കാതിരിക്കുക. അതാണ് വൃന്ദാവനം. പിന്നീട് ഭഗവാൻ വൃന്ദാവന ലീലകളെല്ലാം ആടിയതിനു ശേഷം, അക്രൂരാഗമനത്തിന് ശേഷം കംസന്റെ ധനുർയാഗത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ കഥയിൽ കേട്ടിരിക്കുന്നത് മധുരയിലേക്ക് പോയി എന്ന. തെറ്റ. മധുരയല്ല അത് പൂർവത്തിൽ മധുവനം ആയിരുന്നു. ഭാഗവതം തന്നെ പറയും. ധ്രുവന്റെ കഥ പറയുന്നിടത്ത് ധ്രുവകുമാരൻ തപസ് ചെയ്തത് മധുവനത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ മധുവനം, ധ്രുവൻ അവിടെ ഇരുന്ന് തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ധ്രുവന് അനുഗ്രഹങ്ങളും നൽകിപ്പോയി. അതോടുകൂടി മധുവനത്തിൻ്റെ കഥ കഴിയുന്നില്ല. പിന്നീട് അതേ മധുവനത്തിൽ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രന്റെ അവതാര സമയത്ത് ഒരു സന്ദർഭം നടക്കുന്നുണ്ട്. രാമായണത്തിലും പറയും, ഭാഗവതത്തില് നവമസ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തിലും പറയും. അവിടെ ഭഗവാന്റെ അനുജനായിരിക്കുന്ന ശത്രുഘ്നൻ ഹനുമാനോടുകൂടി ചേർന്നുകൊണ്ട് മധുവനത്തിൽ വച്ചാണ് ലവണാസുരൻ എന്നു പേരുള്ള അസുരനെ വധിച്ചതെന്നും അതിനുശേഷം ശത്രുഘ്നായിരുന്നു ഈ മധുവനത്തെ പിന്നീട് ഒരു നഗരമാക്കി മാറ്റിയെന്നാണ്. ആ നഗരമാണ് പിന്നീട് എന്തായത്? മധുരയായിട്ട് പരിണമിച്ചത്. ഞാനല്ല പറയുന്നത്, ഭാഗവതമാണ്. അപ്പോൾ ഓർക്കുക, ഭഗവാൻ വനക്രീഡയിൽ ആദ്യം ബൃഹദ്വനത്തിൽ കഴിഞ്ഞു. പിന്നീട് ബൃഹദ്വനത്തിൽ നിന്നും വൃന്ദാവനത്തിലെത്തുന്നു. വൃന്ദാവനത്തിലെത്തുന്ന ഭഗവാൻ പിന്നീടെത്തിയത് മധുവനത്തിലാണ്. ആ മധുവനത്തിൽ നിന്നും ഭഗവാൻ പിന്നീട് ഒരൊറ്റ ചാട്ടമായിരുന്നു. ആരും കൊണ്ടുപോയില്ല. എവിടേക്കാണ് പോയത്? കുശസ്ഥലി എന്ന് ജീർണിച്ചു കിടന്ന നഗരത്തിലേക്കാണ് എത്തിയത്. ആ കുശസ്ഥലിയാണ് പിന്നീട് പുനരുദ്ധാരണം ചെയ്തതേ ഉള്ളൂ. ദ്വാരക നിർമ്മിച്ചിട്ടില്ല. ആ ദ്വാരകയാക്കി മാറ്റി. ഇവിടെ വ്യക്തമാകുന്ന ഒരു പ്രധാന കാര്യം, ആ വനക്രീഡ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ 3 വനങ്ങളിലും ഭഗവാൻ ക്രീഡ നടത്തുകയാണ്. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദ്വാരകയിലെത്തിയ ഭഗവാൻ പിന്നീട് ഒരിക്കൽ പോലും മധുവനത്തിലേക്ക്, മധുരയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല.
നോക്കിക്കൊള്ളുക. മധുരയിലെത്തിയ ഭഗവാൻ തിരികെ എങ്ങോട്ടും പോയിട്ടില്ല, വൃന്ദാവനത്തിലേക്കും തിരികെ പോയിട്ടില്ല. വൃന്ദാവനത്തിലെത്തിയ ഭഗവാൻ പിന്നീട് എങ്ങോട്ടേക്കും പോയില്ല, ബൃഹദ്വനത്തിലേക്ക് പോയിട്ടില്ല, മുമ്പോട്ട് തന്നെയായിരുന്നു പ്രയാണം. അപ്പൊ ഇതെന്തുകൊണ്ട് ഈ വനക്രീഡകളെ വ്യാസൻ എന്ന് പറയുന്ന ഭഗവാൻ ഈ തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു? അപ്പൊ ബൃഹദ്വനം എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ വലിയ കാടെന്ന. ആ വലിയ കാട്ടിൽ നിന്നും വേണം അടുത്ത വനത്തിലേക്ക് കയറേണ്ടത്. അതേതാ? അത് വൃന്ദാവനമാണ്. വൃന്ദ എന്ന വാക്കിനർത്ഥം തുളസി എന്നൊക്കെയാണ്. അപ്പൊ തുളസി ധാരാളം വളർന്നു നിൽക്കുന്ന വനമെന്ന് അതിനർത്ഥമെടുക്കാം. പിന്നീട് വൃന്ദാവനത്തിൽ നിന്നും ഭഗവാൻ എത്തുന്നത് മധുവനത്തിലേക്കാണ്. മധു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തേനാണ്, മധുരമാണ്. മധുരം കഴിച്ചാൽ നമുക്കുണ്ടാകുന്നത് എന്താണ്? ഷുഗറുകാരുടെ കാര്യമല്ല. സാധാരണമായിരിക്കുന്ന ആളുകൾ മധുരം കഴിച്ചാൽ അവരുടെ മനസ്സിലുണ്ടാവുന്നത് എന്താ? നല്ല പാൽപായസം കുടിച്ചാൽ ഉണ്ടാകുന്നത് എന്താ? നമുക്ക് കുടിച്ചിട്ടേ ഇല്ല. ആനന്ദമാണോ? സന്തോഷമാണോ? ആണ്. അപ്പം മധുവനമെന്ന് പറയുന്നത് ആനന്ദദായകമാണ്. എന്നാൽ അതിനോളം വരത്തില്ല വൃന്ദാവനം, അതിൻ്റെ അടുത്തുപോലും വരത്തില്ല ഏത്? ബൃഹദ്വനം. അപ്പൊ ഈ 3 വനങ്ങളും എന്ത്? ഇത് ചോദ്യം കൃഷ്ണനോടല്ല, നമ്മളെ പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിരിക്കുന്നവരാണ് ഭാഗവതം കേൾക്കുന്നത്, ഭാഗവതം പഠിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഇപ്പൊ ഭാഗവതം കേൾക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ ഭാഗവതത്തെ ഉപാസിക്കുന്നവർ എന്ന് നമുക്കെടുക്കാം. ആ ഉപാസകൻ ഈ 3 വനങ്ങളിലെ ക്രീഡയും നടത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ ആരെ കിട്ടുകയുള്ളൂ? നിർവാണദായകനായിരിക്കുന്ന കൃഷ്ണനെ അറിയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ബൃഹദ്വനം? വലിയ കാട്. ഈ കാട്ടിൽ നിന്ന് വേണം വൃന്ദാവനത്തിലേക്ക് എത്താൻ. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഇപ്പോൾ കഴിയുന്ന ഈ ലൗകികമായ ഈ അവസ്ഥ. ഇതിന് ശാസ്ത്രത്തിൽ പറയുന്ന പേര് ജാഗ്രത അവസ്ഥ. അപ്പൊ ജാഗ്രത ആകുന്ന എവിടെയാണ്? വലിയ കാട്ടിലാണ് നമ്മൾ കഴിയുന്നത്. ഈ ജാഗ്രത അവസ്ഥയിൽ നിന്നും നാം ഓരോരുത്തരും പടിയായിട്ട് അതിനേക്കാൾ ഇത്തിരി കൂടി ശ്രേഷ്ഠമായിരിക്കുന്ന വൃന്ദാവനത്തിലേക്ക് എത്തണം. അതിന് പല ക്രീഡകളും ചെയ്യണം. ആ രണ്ടാമത്തെ വൃന്ദാവനം എന്നത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ രണ്ടാമത്തെ അവസ്ഥ സ്വപ്നാവസ്ഥയാണ്. ഈ ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒരു കൃഷ്ണനെ കാണുന്നുണ്ട്. ആ കൃഷ്ണൻ അതാ ഈ നിൽക്കുന്നത്. ഇതിനൊരു രൂപമുണ്ട്, പീലി തിരുമുടിയുണ്ട്, കിരീടമുണ്ട്, ഓടക്കുഴലുണ്ട്, കയ്യിൽ പട്ടുവസ്ത്രമണിഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിന് ശാസ്ത്രത്തിൽ പറയുന്ന ജാഗ്രത അവസ്ഥയിൽ നാം കാണുന്ന ആ കൃഷ്ണന് പറയുന്ന പേര് സത്ത് എന്ന. ഇതിനപ്പുറത്ത് ഒരു കൃഷ്ണനെ ഈ വനത്തിലെ വിഹാരത്തിലൂടെ ജാഗ്രത അവസ്ഥയിൽ കിട്ടുന്ന ഭാഗവത പാരായണത്തിലൂടെയോ ഭാഗവത ശ്രവണത്തിലൂടെയോ ഭഗവാനെ സംബന്ധിക്കുന്നതായ ഭഗവാന്റെ ലീലകളിലൂടെയോ ഏതെല്ലാം രൂപത്തിലൂടെ നിങ്ങൾക്ക് ഈ സത്തായിരിക്കുന്ന കൃഷ്ണനെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാനുള്ള വികാരങ്ങളും ക്രീഡകളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ കൃഷ്ണനെ ഈ രൂപത്തിലല്ല കാണേണ്ടത്. അവിടെ നിന്നും ക്രീഡ നടത്തി സ്വപ്നാവസ്ഥയിൽ നാം ഓരോരുത്തരും ദർശിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന രണ്ടാമത്തെ സാക്ഷി സ്വരൂപമായി വിളങ്ങുന്ന സാക്ഷാൽ ആത്മസ്വരൂപമായി വിളങ്ങുന്ന ഭഗവാൻ കൃഷ്ണനെ ഈ വൃന്ദാവനത്തിൽ എത്തിക്കണം. അപ്പൊ ബൃഹദ്വനത്തിൽ ഈ രൂപത്തിൽ കാണുന്ന കൃഷ്ണനെ
ഇനി ഞാൻ എവിടെ പ്രതിഷ്ഠിക്കണം? എൻ്റെ ഉള്ളിൽ ഞാൻ ചില സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്, നമ്മൾ പറയാറുണ്ട്, എന്തോ ഒരു കാര്യം ഞാൻ ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങി, ആരാണെന്നറിയില്ല, ഉള്ളിൽ നിന്നാരോ എന്നോട് പറഞ്ഞു അത് ചെയ്യരുത് എന്ന്. ആ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപമാണ് വൃന്ദാവനത്തിലെ ആര്? കൃഷ്ണൻ. അവിടെ നിന്നാ പോരാ, അവിടെ നിന്നും നിങ്ങൾ സഞ്ചരിക്കണം. ആ ഉള്ളിൽ കാണുന്ന കൃഷ്ണന് വേദാന്തത്തിൽ പറയുന്ന പേരാണ് ചിത്ത്. ജാഗ്രത്തിൽ ബൃഹദ്വനത്തിൽ സത്ത്, സ്വപ്നാവസ്ഥയിൽ ചിത്ത്. ഇനി നമുക്ക് മൂന്നാമതൊരവസ്ഥ, അതാണ് സുഷുപ്തി എന്നൊക്കെ പറയും. ആ മൂന്നാമത്തെ അവസ്ഥയിൽ നാം അറിയുന്ന ഭഗവാന് ശാസ്ത്രത്തിൽ പറയുന്ന പേരുണ്ട്. ഏത്? ആനന്ദം. ഉണ്ടോ? അപ്പം മധു എന്ന് പറഞ്ഞാൽ ഏതാ? ആനന്ദമാണെന്നാ പറഞ്ഞത്. അപ്പം മധുവനത്തിലെ കൃഷ്ണനെ നമ്മൾ ദർശിക്കുക എന്ന് പറഞ്ഞാൽ എന്തായി? ഈ കൃഷ്ണനെ, സത്താകിയിരുന്ന കൃഷ്ണനെ ചിത്താക്കി മാറ്റി. ആ ചിത്താക്കിയ കൃഷ്ണനെ എൻ്റെ അനുഭവതലത്തിൽ ആനന്ദമെന്ന് പറയുന്നത് എനിക്കോ നിങ്ങൾക്കോ വാക്കുകൊണ്ട് പറഞ്ഞു തരാൻ സാധ്യമല്ല. ഞാൻ ഇന്ന് നന്നായിട്ട് ആനന്ദിച്ചു, ശരി, നിങ്ങൾ അനുഭവിച്ച ആനന്ദം എന്താ എന്ന് പറഞ്ഞു തരാമോ? പഞ്ചസാര കഴിച്ചു, പറയും ഉത്തരം നല്ല മധുരമാണ്. എന്നാ ശരി, ആ മധുരം എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങളെല്ലാവരും മധുരം പറയാറില്ലേ? നല്ല മധുരമാണ്. ആട്ടെ, ആ മധുരം എന്താണെന്ന് വാക്കുകൊണ്ട് പറയാൻ പറ്റുമോ? എഴുതിത്തരാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ഈ മധുരത്തിനെ എങ്ങനെ അറിഞ്ഞു? സ്വയം അറിഞ്ഞു. അതുകൊണ്ട് വേദം പറഞ്ഞു, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഖാ. വേദം പറയുകയാണ്, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതിനെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുമോ? അപ്പൊ വാക്കുകൊണ്ട് പറയാൻ, കാരണം വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് സഗുണമായി. ഭഗവാൻ എന്ന് പറയുന്നത് നിർഗുണനാണ്. സഗുണനെ സഗുണമായ വാക്കുകൾ കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല നിർഗുണത്തെ. അതുകൊണ്ടാ പറഞ്ഞ യതോ വാചോ നിവർത്തന്തേ. വാക്കുകൾ കൊണ്ട് നിർഗുണ പരബ്രഹ്മത്തെ എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ പിന്നെ അങ്ങനെ നിർഗുണമായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപത്തിനെ പിന്നെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റുമോ? അതുമാവില്ല. അപ്പൊ പിന്നെ ഇതിനെ എങ്ങനെ അറിയാൻ പറ്റൂ? സ്വയം അനുഭവിച്ചേ അറിയാൻ പറ്റൂ. അപ്പോ ഈ വനക്രീഡകൾ കൊണ്ട് ഭഗവാൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത്? ബൃഹദ്വനത്തിൽ കഴിയുമ്പോൾ അതിപ്രാകൃതകളായിരിക്കുന്ന ഗോപികമാരോട് ഒരുമിച്ചാണ് ഭഗവാന്റെ വാസം. തൻ്റെ ഓരോ വിധത്തിലുള്ള ലീലകളൊന്നും പറയാൻ നമുക്ക് സമയമില്ല, എനിക്ക് അതിനുള്ള സമയവും ഇല്ല, വിഷയവും ഇല്ല. അതല്ല, ഈ 3 ക്രീഡകൾ എന്താണെന്നൊന്ന് പറയുകയാണ്. ഇവിടെ ഈ പ്രാകൃതകളായിരിക്കുന്ന ഗോപികമാരോടൊത്ത് ഭഗവാൻ ഓരോ ക്രീഡാവിഹാരവും നടത്തിയെങ്കിൽ തന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരായ, തന്നെ പല ഭാവത്തിൽ, ചിലർ എന്താണ് ഗോപികാ ഗീതത്തിൽ നമുക്കറിയാം, ചില ഗോപികമാര് കാന്തനായിട്ടാണ് കാണുന്നത്, ചില ഗോപികമാര് ഭർത്താവായിട്ടാണ്, ചിലർ കാമുകനായിട്ടാണ്. എന്നാൽ ചിലർ അതിനപ്പുറത്ത് കടന്നു. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തര ആത്മദൃക്. അപ്പൊ പിന്നെ അവിടെ ആത്മദൃക്കാരാ? ഈ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണങ്ങ്. അപ്പോൾ പ്രാകൃതകളായിരിക്കുന്ന ഗോപികമാരെ തന്നോടൊപ്പം എന്ത് ചെയ്യണം? ഉയർത്തിക്കൊണ്ടുവരണം. കാരണം ഭഗവാൻ അറിയാം, വൃന്ദാവന ലീലകൾക്ക് ശേഷം താൻ മധുരയിലേക്ക് പോകും. ഇനിയും തനിക്കൊരു തിരിച്ചുവരവ് എങ്ങോട്ടില്ല, വൃന്ദാവനത്തിലേക്കില്ല. അപ്പോൾ വൃന്ദാവനത്തിൽ നിന്നും താൻ വേർപെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ആത്മസ്വരൂപത്തിന്റെ നിർവൃതിയിൽ ഗോപികമാരെ എത്തിക്കണം. അതിനൊരു ക്രീഡ നടത്തി. ആ ക്രീഡയുടെ പേരായിരുന്നു ഏത്? രാസക്രീഡ. ഇതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സന്തോഷം തോന്നി ടൈറ്റിൽ കണ്ടപ്പോൾ. സാധാരണ സപ്താഹങ്ങളിലെല്ലാം രാസക്രീഡയെ വർണ്ണിക്കുന്നത് വെറും തിരുവാതിരകളിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ആ കണ്ടന്റ് വെച്ചതിൽ വളരെ സന്തോഷം തോന്നി. രസോ വൈ സഹ. ഉപനിഷത്തിന്റെ ദർശനമാണ്, അതാണ് രസം. അല്ല നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതല്ല രസം, അത് ഷഡ്രസമാണ്. രസോ വൈ സഹ, അവനാണ് രസം, പരബ്രഹ്മസ്വരൂപമാണ്. അങ്ങനെയാണെങ്കിൽ രാസക്രീഡ എന്ന വാക്കിന് അർത്ഥം എന്തായി?
രസത്തെ സംബന്ധിച്ചതാണ് രാസം. സംസ്കൃതത്തിൽ തദ്ധിത പ്രയോഗമാണ്. രസത്തെ സംബന്ധിച്ചത്, നാരായണനെ സംബന്ധിച്ചത് നാരായണീയം, ഭഗവാനെ സംബന്ധിച്ചത് ഭാഗവതം. അങ്ങനെയാണെങ്കിൽ രസത്തെ സംബന്ധിച്ചത് രാസമാണെങ്കിൽ രസം എന്താണെന്ന് ആദ്യം അറിയേണ്ടത്. ആ രസം ആരാണ്? രസോ വൈ സഹ, അവനാണ്, ആ പരമാത്മ ചൈതന്യമാണ് രസം. ആ രസത്തിലുള്ള ക്രീഡയാണ്, വിഹാരമാണ് ഏത്? രാസക്രീഡ. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഗോപികമാരും ഭഗവാനും കൂടെ നടത്തിയ തിരുവാതിരകളി അല്ല, പ്രാകൃതകളാണിവർ. ഈ പ്രാകൃതകളായിരിക്കുന്ന ഗോപികമാരെ താൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇത്രയധികം സ്നേഹിച്ച, ഇത്രയധികം തന്നെ ആഗ്രഹിച്ച ഇവർക്കും ആത്മചൈതന്യത്തിൻ്റെ നിർവൃതിയിൽ അവരെ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ക്രീഡ നടത്തിയത്? അങ്കന മാധവം, മാധവം മാധവം ചാന്തരേണാങ്കന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃഷ്ണൻ മറ്റൊരു, നോക്കിക്കോളുക, ഭാഗവതം വ്യക്തമായിട്ട് രാസക്രീഡ പഠിക്കുക. ഒരു കൃഷ്ണൻ, ഒരു ഗോപിക, മറ്റൊരു കൃഷ്ണൻ, മറ്റൊരു ഗോപിക. വളരെ വ്യക്തമായിട്ട് ഭാഗവതം ഭാഷ പഠിച്ചിട്ട് പഠിക്കണം. പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഗോപിക തൻ്റെ അടുത്ത് നിന്ന കൃഷ്ണനെ മാത്രമേ കണ്ടുള്ളൂ. വേറെ ഒരു കൃഷ്ണനെയും ഗോപികയെയും ആര് കാണുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് തോന്നിയത് എൻ്റെ കൃഷ്ണൻ എന്നുള്ള തോന്നൽ വന്നത്. അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഈ ക്രീഡ അവിടെ ഭഗവാൻ രാസമണ്ഡലം സൃഷ്ടിച്ചുവെങ്കിലും ആ രാസമണ്ഡലത്തില് ഓരോ ഗോപികയ്ക്കും താൻ മാത്രമാകുന്ന മണ്ഡലമായിരുന്നു. ഭഗവാനെ മാത്രമേ ഇതൊരു ബൃഹത്തായ മണ്ഡലമായിട്ട് തോന്നിയിട്ടുള്ളൂ, അനുഭവിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് കാരണം ഇവർ പരസ്പരം കണ്ടിരുന്നെങ്കിൽ പിന്നെ ഇവർക്ക് ഈ നിർവൃതി കിട്ടില്ല. അങ്ങനെ ഇവർ ഓരോരുത്തരും ആ വിഹാരത്തിൽ സഞ്ചരിച്ച് പറയുന്നുണ്ട്, അവരവരെ തന്നെ മറന്നു, താൻ എവിടാണ് നിൽക്കുന്നതെന്ന് മറന്നു, തൻ്റെ അടുത്ത് ആരാണ് നിൽക്കുന്നതെന്ന് മറന്നു. അതിനാണ് ലളിതാ സഹസ്രനാമത്തിൽ ഒരു വരി പറയും, വിശ്വരൂപ ജാഗരിണി സ്വപന്തി, അറിയാവോ? തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക, അടുത്ത വരി തുരീയ, അടുത്തത് സർവാവസ്ഥാ വിവർജിത, ഒരവസ്ഥയും ഇല്ലാത്ത അവസ്ഥ. അങ്ങനൊരവസ്ഥയുണ്ടോ? ഉണ്ടോ? ഈ അവസ്ഥയിലാണ് ആരെത്തിയത്? ഗോപികമാർ. തുരീയാവസ്ഥ. അവിടെ കൃഷ്ണനില്ല, അവിടെ ഗോപികമാരില്ല, തങ്ങൾ നിൽക്കുന്ന കാളിന്തി തീരമില്ല, ഒന്നും തന്നെയില്ല. വേറെ ഏതോ ലോകത്ത്, എല്ലാം ഒന്ന് എന്ന് പറയുന്ന ആ ലോകത്ത്, അവിടെ വർഗവർണ്ണ ഭേദ വ്യത്യാസങ്ങളും ഈശ്വരനില്ല, സൃഷ്ടികളില്ല, ഇങ്ങനെയുള്ള ക്രീഡകൾ. അപ്പോൾ വനക്രീഡ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ 3 വനങ്ങളാ. വേദാന്ത ദർശനത്തിലൂടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ വെറും ഒരു കൃഷ്ണൻ വന്നു മുമ്പേ അദ്ദേഹം കുറുവല്ലൂർ നമ്പൂതിരി പറഞ്ഞതുപോലെ ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് ബട്ടൺ അമർത്തിയാലും എന്നാണ് രാവണൻ തട്ടിപ്പോവും. ഭഗവാൻ ഇങ്ങോട്ട് വന്ന് അവതരിക്കേണ്ട കാര്യമുണ്ടോ? ഭഗവാൻ ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാകമലമുദ്വകൻ. ഭഗവാൻ താൻ ഭഗവാനാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിനാണ് ലീലകൾ കാണിച്ചത്. അല്ലെ, കംസനെ കൊല്ലാനായിട്ടല്ല ഭഗവാൻ. പിന്നെയോ തനിക്ക് ഈ ലീലകൾ ചെയ്യാൻ കഴിവുണ്ട്. ഭാഗങ്ങളിൽ ഒന്നാണ് തൻ്റെ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്തതായ ഒരു കർമ്മം തന്നെ കൊണ്ട് ചെയ്യാം. അതാണ് ഏത്? വീര്യം. അണിമാ മഹിമാ ജൈവ ഗരിമാ ലഹിമാ ദദാ ഈസിത്യുന്ത വശിച്ചുന്ത ഷണ്ണാം ഭഗ ഇതീര്യതേ എന്ന് പറഞ്ഞതിൽ വീര്യം എന്ന് പറയുന്നത് എന്താ? വീര്യം 50 വയസ്സുള്ളവൻ 15 വയസ്സുകാരനെ തടിച്ച് താഴെയിടുന്നത് വീര്യമാണോ? അല്ല. നേരെ മറിച്ചാണെങ്കിലോ 15 വയസ്സുകാരൻ 50 വയസ്സുകാരനെ തല്ലിയിട്ടാൽ അതിന് പറയുന്ന പേര് അവൻ കൊള്ളാം, ആള് മിടുക്കനാന്ന് പറയും. അത് തന്നെയാ ഭഗവാൻ ചെയ്തത്. മുല കൂടി മാറാത്ത പ്രായത്തിൽ തന്നെ പരിപാടി തുടങ്ങി. ഏതാ? പൂതനയെ തട്ടി വീര്യവ. തൃണാവർത്തനെ വധിച്ചു. ഇവിടെയെല്ലാം
ഭഗവാൻ താൻ ഭഗവാനാണെന്ന് തെളിയിക്കുകയാണ്. അതേപോലെ തന്നെ വീര്യം, ജരാസന്ധൻ, ശേതിവൻ, സാൽവൻ തുടങ്ങിയ അതിഗംഭീരന്മാരായിരിക്കുന്ന രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് എടാ പുഷ്പം പോലെ രുക്മിണിയെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് കാണിച്ചു കൊടുത്തു. ഇതിന് പറയുന്ന പേരാണ് മലയാളത്തിൽ തൻ്റെ ഇടം. ഇതൊരാൾക്ക് വേണം, അതുള്ളവനെ. അപ്പൊ അതുകൊണ്ട് മാത്രം ഭഗവാനാവില്ല. ഈശിത്വം, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെ വിവിധ 6 ഘടകങ്ങൾ ഏതൊരുത്തനുണ്ടോ അവൻ മാത്രമേ ആരാകൂ? ഭഗവാൻ എന്ന പദത്തിന് അർഹനാകൂ. ആ ഭഗങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തനിക്ക് ഈ ഭഗങ്ങൾ ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ലീലകളും നടത്തിയത്. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാകമലമുദ്വഹൻ എന്ന് വ്യാസൻ പറഞ്ഞത്. അപ്പൊ ഈ കാണിക്കുന്ന ലീലകൾ, അക്കൂട്ടത്തിൽ ഒരു ലീലയാണ് ഭഗവാന്റെ ഭഗങ്ങളിൽ ഒന്നാണ് ജ്ഞാനം. എന്ത് ജ്ഞാനം? ആത്മജ്ഞാനം. അതിനു വേണ്ടിയിട്ടാണ് വൃന്ദാവനത്തിലെ ക്രീഡയിൽ, അതാണ് വനക്രീഡയിലൂടെ എന്ത് ചെയ്തു? നിർവാണദായകത്വത്തെ നൽകിയെന്ന വിഷയം. അപ്പൊ ഗോവർദ്ധനോദ്ധാരണം നടക്കുന്നത് എവിടെ വെച്ചാ? വൃന്ദാവനത്തിലാ അല്ലേ? അപ്പൊ ഗോവർദ്ധനോദ്ധാരണം കൊണ്ട് നടത്തിയത് കൊണ്ട്, ഗോവർദ്ധനത്തെ എടുത്തുയർത്തി എന്നത് കൊണ്ട് ആർക്കാ നിർവാണത്വം കിട്ടുക? നിർവാണദായം എന്ന് പറഞ്ഞാൽ, നിർവാണം എന്ന വാക്ക് എങ്ങനെയാണെങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? മോക്ഷമെന്നാണ്. നിർവാണം എന്ന വാക്കിനർത്ഥം മോക്ഷമെന്നാണ്. അപ്പൊ ഗോവർദ്ധനഗിരിയുടെ ഉയർത്തൽ കൊണ്ട് എത്ര പേർക്ക് മോക്ഷം കിട്ടും? കഥ കേട്ടാൽ അതാണ് ഉദ്ദേശിച്ചത്. അവിടെയാണ് ആ വാക്കിന്റെ വിന്യാസത്തിന് വരുന്ന ഭേദം. അപ്പൊ ആ ഒരു ക്രീഡയിലൂടെ ഭഗവാൻ പറയുന്നു, അല്ലയോ ഗോകുലവാസികളെ, നിങ്ങൾ ഗോവർദ്ധനത്തിന്റെ കീഴിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വർഷത്തിൽ നിന്നും രക്ഷപ്പെടാം? ഇന്ദ്രന്റെ വർഷത്തിൽ നിന്ന് നേടാം. അപ്പൊ പർവ്വതത്തിന്റെ കീഴിൽ നിന്നാൽ ആ പർവ്വതമൊക്കെ പൊക്കിയതൊക്കെ വൃത്യമായിട്ടാണ്. 7 ദിവസം പൊക്കി പിടിച്ചുള്ളൂ. അതാ രസം. 7ാം പക്കം സ്റ്റോക്ക് തീർന്നിട്ട് ഈ മഴമേഘങ്ങളെല്ലാം കൽപ്പാന്തമേഘം എന്നാ പറയാ. കൽപ്പം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, അന്തം പ്രളയം. അപ്പൊ പ്രളയത്തെ സൃഷ്ടിക്കുന്ന മേഘങ്ങൾ എന്നാണ് കൽപ്പാന്തമേഘങ്ങൾ എന്ന വാക്കിനർത്ഥം. ഇവയുടെ സ്റ്റോക്ക് തീർന്നിട്ട് ഇവയെല്ലാം അവിടെ നിന്ന് പോയിന്നാ. അങ്ങനെയാണെങ്കിൽ ഗോവർദ്ധനഗിരിയുടെ ക്രീഡയുടെ ആ വിഹാരം കൊണ്ട് എന്ത് നിർവാണത്വമാണ് സാധാരണക്കാരായിരിക്കുന്ന നമുക്ക് ഈ കഥയിലൂടെ ആർജിക്കാൻ പറ്റുക? നമുക്കൊന്നും ആർജിക്കാൻ കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്തിൽ ചില സ്ഥലത്ത് സപ്താഹത്തിന് വിളിക്കുമ്പം ദൃശ്യാവിഷ്കാരമുണ്ടോ എന്ന് ചോദിക്കും. നമുക്കതൊക്കെ മതി. നമുക്ക് ഈ നമ്മളുടെ ആധ്യാത്മിക തലത്തെ ഉയർത്താൻ ഒന്നുകൂടി മറക്കാതിരിക്കുക. ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത് 7 ദിവസം മാത്രം ആയുസ് ബാക്കിയുള്ള ആർക്കാണ്? പരീക്ഷിത്തിനാണെന്നുള്ള കാര്യം കൂടി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഏതായാലും പരീക്ഷിത്ത് മഹാരാജാവ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോവർദ്ധനഗിരിയുടെ ഒരു ദൃശ്യരൂപം JCBക്ക് മണ്ണ് കൊണ്ടൊന്നും അങ്ങോട്ട് അടിക്കുക, ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക, പശുവിനെ കൊണ്ട് നിർത്തുക, പിന്നെന്ത് ചെയ്യുക? ഗോപൂജ. ഇതൊക്കെ നല്ല, അതൊക്കെ ഗോപൂജയൊക്കെ നടത്തേണ്ട സമയത്ത് നടത്തണം, സപ്താഹത്തിലല്ല. അതൊക്കെ നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അന്ന് അപ്പം കാണും, അട കാണും, എല്ലാം കഴിച്ചിട്ട് പൊടിയും തട്ടി വീട്ടിൽ പോകാം. എന്ത് നിർവാണത്വം കിട്ടും? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ കഥയിലൂടെ നമുക്ക് ആത്മജ്ഞാനത്തിൻ്റെ വഴിയിൽ അല്പമെങ്കിലും ഗമിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ കഥ ഭഗവാന്റെ ലീല നിർവാണദായകത്വമാകൂ. അതുകൊണ്ട് ചുരുക്കിയ, എനിക്ക് വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്, ഗോവർദ്ധനം എന്ന വാക്കിനർത്ഥം നിങ്ങൾ കേവലം അവിടെയുള്ള ഒരു പർവ്വതമായിട്ട് അതിനെ കാണരുത്. ഈ ഗോവർദ്ധന ഉദ്ധാരണം നടത്തിയിട്ട് ഭഗവാന് കൊടുത്ത ഒരു പദവിയുണ്ട്, ഡീലിറ്റ് പദവി. ദേവേന്ദ്രൻ കൊടുത്ത പേരാ. എന്താണ്? ഗോവിന്ദൻ അല്ലേ? ഗോവർദ്ധനം, ഗോവിന്ദൻ. അപ്പോൾ ഗോവിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഗോവർദ്ധനം, ഗോവിനെ വിന്ദനം ചെയ്തവനാണ് ഗോവിന്ദൻ. അങ്ങനെയാണെങ്കിൽ മുമ്പേ അദ്ദേഹം പറഞ്ഞില്ലേ, കശബ്ദത്തിന്റെ സപ്തമി ഏകവചനൻ കൗ. ഇംഗ്ലീഷിലെ കൗ അല്ല എന്ന് പറഞ്ഞു, ഞാൻ കേട്ടത് അല്ലല്ലോ. ഭൂമിയിൽ സപ്തമി ഏകവചന, ശരിയാണ്. അതേപോലെ ഗോശബ്ദത്തിന്റെ അർത്ഥം എന്താ? ഗോയല്ല. എന്താണ് ഗോശബ്ദത്തിന്റെ അർത്ഥം? നമുക്കറിയാവുന്ന ഏക അർത്ഥം ഏതേ ഉള്ളൂ,
പശു, ഗോശാല, പശു. ഗോപാലൻ, ഗോവിനെ ഗാം പാലയതി ഇതി ഗോപാല. ഗോവിനെ പാലിക്കുന്നത് കൊണ്ടാണ് അവൻ ഗോപാലനായത്. നിരുക്തം വ്യക്തമായിട്ട് പറയും. നിരുക്തമാണ് എന്താണ്? വർണ്ണാഗമനം, വർണ്ണവികാരം, പിന്നെ അർത്ഥാഗമം എന്നൊക്കെ 6 ഘടകങ്ങളെ പറ്റി പറയുന്നതാണ് നിരുക്തശാസ്ത്രം. യാസ്കന്റെ അതിൽ പറയും. അതില് എന്താണ് സംസ്കൃത ഭാഷയുടെ നിഘണ്ടു എന്ന് പറയുന്നത് അമരകോശമാണ്. മലയാളത്തിനുമുണ്ട് ഒരു നിഘണ്ടു. ഏതാണെന്നറിയാവോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? അതിന് പറയുന്ന ഒരു ശബ്ദധാരാവലി എന്നാണ്. ഈ ശബ്ദധാരാവലിയിൽ ഗോശബ്ദത്തിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. പശുവിനും ഒരു അർത്ഥമുണ്ട്, അത് മാത്രമേ അർത്ഥമുള്ളൂ. അതാണ് നിരുക്തം പഠിപ്പിച്ചത്. നിങ്ങൾ അർത്ഥാഗമം നടത്തുമ്പോൾ സന്ദർഭമെടുക്കണം. കാരണം ഒരു പദത്തിന് തന്നെ വിവിധ അർത്ഥതലങ്ങൾ ഉണ്ട്. ചോറുണ്ടോന്ന് വരുന്നപ്പോൾ നല്ല വ്യാകരണമൊക്കെ പഠിച്ച ഒരു നമ്പൂതിരിയ ഉണ്ണാനിരിക്കണത്. മോശക്കാരനൊന്നുമല്ല. ഉണ്ണുന്നതിനിടയ്ക്ക് പറഞ്ഞു സൈന്ധവം ആനയാ എന്നങ്ങോട്ട് പറഞ്ഞു. മോര് കൊടുത്തപ്പോഴാ സൈന്ധവം ആനയാ. കട്ടി കുറച്ചില്ല, കൂട്ടി തന്നെ കൊടുത്തേ. വിളമ്പുന്നവൻ ഇച്ചിരി മുഷ്ക് കാണിച്ചു കാണും. അതാ ഈ വിളമ്പുന്നയാളിനും ഇത്തിരി സംസ്കൃതം അറിയാം. ഇയാൾ പഠിച്ചിട്ടുണ്ട് സൈന്ധവം എന്ന വാക്കിനർത്ഥം സിന്ധു ദേശത്തുള്ള കുതിരയ്ക്ക് പറയുന്ന പേരാണ് സൈന്ധവങ്ങൾ. ചോറുണ്ടെന്നവൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കുതിര കൊണ്ടു നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ പഠിച്ചവനാണെങ്കിൽ സന്ദർഭം അനുസരിച്ച് അവിടെ അർത്ഥമെടുക്കണം. സൈന്ധവം എന്ന വാക്കിന് ഉപ്പ് എന്നർത്ഥമുണ്ട്. അപ്പൊ സൈന്ധവ ആനയാന്ന് പറഞ്ഞാൽ മോര് കൂട്ടി കഴിക്കുന്നവന് കുതിരയെ കൊടുക്കണോ ഉപ്പിനെ കൊടുക്കണോ? ഇത്രേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഈ നിരുക്തം വ്യക്തമായിട്ട് പറയുന്നത്. സന്ദർഭമനുസരിച്ചു തന്നെ എന്തെടുക്കണം? അർത്ഥമെടുക്കണം. ഞങ്ങൾ ശാസ്ത്രം പഠിക്കുമ്പോൾ അത് ഞങ്ങളെ വളരെ വ്യക്തമായിട്ട് അത് പഠിപ്പിക്കും. അത് പഠിച്ചാലേ ശാസ്ത്രം പഠിക്കാൻ പറ്റൂ. കാരണം തർക്കം പഠിക്കണം. തർക്കം പഠിക്കണം എന്നുണ്ടെങ്കിൽ വാക്കുകളും പദങ്ങളിലൂടെ കിടന്ന് കളിക്കണം. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് യോജിപ്പിക്കാനൊന്നും പറ്റില്ല. അതേപോലെ ഗോശബ്ദത്തിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ചതാണ്, എൻ്റെ ഫാദർ പഠിപ്പിച്ചതാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് അർത്ഥം അറിയില്ലായിരുന്നു. പിന്നീടാണ് എനിക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലായത്. ഈ ഗോശബ്ദത്തിന് അർത്ഥം പറയുന്ന ഒരു 24 വരിയുള്ള ഒരു കവിതയുണ്ട്. ഞാൻ അത്രയൊന്നും ചൊല്ലുന്നില്ല. അതിൻ്റെ ആദ്യത്തെ 4 വരി അവിടെ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ വ്യത്യാസം വരുന്നത്. നമ്മളെ ഈ നിർവ്വാണദായകത്വം, വനക്രീഡയിലെ ഗോവർദ്ധനോത്താരണം എങ്ങനെ നമുക്ക് ആത്മജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ. ആ കഥ എങ്ങനെ കൊണ്ടുപോകും? അതിനകത്തൊരു വരിയുണ്ട്. ഗോരസം വിനാ കോരസ ഭോജനാനാം, ഗോരസം വിനാ കോരസ കർഷകാണാം, ഗോരസം വിനാ കോരസ പണ്ഡിതാനാം, ഗോരസം വിനാ കോരസ കാമിനീനാം. എല്ലായിടത്തും ഏത് ശബ്ദമുണ്ട്? ഗോശബ്ദമുണ്ട്. ഒന്നിലും വ്യത്യാസമില്ല. ഇവിടെയെല്ലാം പശുവിന് എടുക്കാൻ പറ്റുമോ? ഗോരസം വിനാ കോരസ ഭോജനാനാം. ഭക്ഷണം കഴിക്കുന്നവർക്ക് ഗോരസമില്ലെങ്കിൽ പിന്നെ ഊണിന് എന്താണ് ഒരു രസം? അവിടെ എന്തർത്ഥം എടുക്കും? മോര് മാത്രമേ ഉള്ളൂ. ചില ആളുകൾക്ക് ഉണ്ണുന്നതിന് മുമ്പ് വെണ്ണ എങ്ങനെ ഇടണം. അപ്പം വെണ്ണയെന്നർത്ഥമുണ്ട്, മോരെന്നുണ്ട്, തൈരെന്നുണ്ട്, നെയ്യെന്നുണ്ട്. ഏതർത്ഥം വേണേ ഇവിടെ കഴിക്കുന്നവർക്ക്. അപ്പം അതർത്ഥമായി. അടുത്ത അർത്ഥം വരിക ഗോരസം വിനാ കോരസ കർഷകാണാം. കർഷകന്മാർക്ക് കൃഷി ചെയ്യുമ്പോൾ ഗോരസമില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു രസം? അവിടെ നെയ്യും തൈരുവാണോ? മാറി. എന്തായി അർത്ഥം? ചാണകം. അത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ചീരയ്ക്ക് തളിക്കുന്നത് ഗോമൂത്രം. അർത്ഥം 2ആയി. ഇനി അടുത്തത് ഗോരസം വിനാ കോരസ പണ്ഡിതാനാം. പണ്ഡിതന്മാർക്ക് ഗോരസമില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഒരു രസം? പണ്ഡിതന്മാർക്ക് വേണ്ടുന്ന എന്താ? പണ്ഡിതന്മാർക്ക് അറിവുള്ളയാളിനല്ലേ പണ്ഡിതൻ എന്ന് പറയുക. ഡോക്ടർക്ക് MBBS വേണം എന്ന് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? ഡോക്ടർ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ്. എന്തുണ്ട്? MBBS. അതിനകത്ത് അല്ല. പണ്ഡിതന്മാർക്ക് എന്താ വേണ്ടത്? ആത്മജ്ഞാനം തന്നെ അറിവ്. തന്നെക്കുറിച്ചുള്ള അറിവാണല്ലോ ആത്മജ്ഞാനം. അപ്പൊ അറിവുള്ളവരെ എന്തു പേര് പറയൂ? പണ്ഡിതൻ എന്ന് പറയും. അപ്പൊ പണ്ഡിതന്മാർക്ക് എന്താ വേണ്ടത്? എനിക്ക് പാണ്ഡിത്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ അറിവ്
സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ലെങ്കിൽ പിന്നെ എൻ്റെ പാണ്ഡിത്യം കൊണ്ട് എന്ത് പ്രയോജനം? ഒരു കാര്യവുമില്ല. ഇതിൻ്റെ അർത്ഥം വാക്ചാതുര്യം എന്നാ ഇവിടെ ഗോശബ്ദം. താൻ പഠിച്ച അറിവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു ഫലിപ്പിച്ചു കൊടുക്കാനുള്ള വാക്ചാതുര്യം. അവിടെ ആ ഗോരസത്തിൻ്റെ അർത്ഥം അതാ. അടുത്തത് ഗോരസം വിനാ കോരസ കാമിനീനാം. കാമിനിമാർക്ക് ഗോരസമില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഒരു രസം? കാമിനിമാരെന്ന് പറഞ്ഞ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. കാമിനിമാരെന്ന് പറഞ്ഞ സ്ത്രീകൾ. അപ്പോൾ 95 വയസ്സുള്ള അമ്മൂമ്മ കയറി കാമിനി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഓർത്തുക, സഭയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, കാമിനി എന്ന വാക്കിനർത്ഥം സ്ത്രീ എന്നല്ല, വിവാഹം കഴിക്കാത്ത കന്യക എന്നാണ്. ഇതാണ് നിരുക്തം പറയുന്നത്. മലയാളത്തിലെ വാച്യാർത്ഥം എടുത്താൽ സംസ്കൃതത്തിന്റെ വ്യാഖ്യാനമാവില്ല. കാമിനി എന്ന പദത്തിന് യാസ്കൻ കൊടുത്തിരിക്കുന്നത് കന്യകാത്വം നഷ്ടപ്പെടാത്തവൾ. അപ്പൊ ഒരു കന്യകയ്ക്ക് ഗോരസമില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഒരു രസം എന്നാ. അപ്പൊ ആട്ടെ, കന്യകയ്ക്ക് വേണ്ടത് എന്താ? ഒരു കന്യകയ്ക്ക് വേണ്ടുന്ന എന്താ? സൗന്ദര്യമാ? സൗന്ദര്യം ഇല്ലാത്തവരെ ആരും വിവാഹം കഴിക്കാറില്ലേ? നല്ല തലമുടി ആണോ? അതാണ് ഒരു കന്യകയ്ക്ക് വേണ്ടത്? വേണ്ട. ആലുക്കാസിന്റെ 5 പവൻ നെക്ലസ് ആണോ? അല്ല. ഞാൻ ഉദാഹരണം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ എൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ അവിടെ ഉള്ളപ്പോൾ അവന്മാർ ടി വിയിലൊരു പാട്ട് വെച്ചു. ഞാൻ യാദൃച്ഛികമായിട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് കേട്ടു. അപ്പോൾ ഒരു സിംബോളിഫിക്കേഷനാണ്. ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തെ സിംബോളിഫൈ ചെയ്യാനായിട്ട് ഒരു പൂതനയുടെ വേഷം കെട്ടിയിട്ട് കുറെ ആമ്പിള്ളാരെല്ലാം കൂടെ ഇവളെ കിടന്ന് കളിയാക്കുക. പാട്ട് ഇവിടുത്തെ അപ്പൂപ്പന്മാരുടെ ചുണ്ടിൽ വരെ വിളയാടിയിരുന്ന പാട്ടാ. ഹരേരാമ പാടിയിട്ടില്ലെങ്കിലും ഇത് പാടിയിട്ടുണ്ടാവും, പാടിയവരും കാണും. രാക്ഷസി രാക്ഷസി ഇങ്ങനെ പാട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലയോ? ഉണ്ടായിരുന്നു. എല്ലാവരും പാടിയതാ. ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കഷ്ടം. ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ആരും ഇതിനെതിരെ ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. സ്ത്രീ സമുദായത്തിനെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിലുള്ളൊരു പാട്ട് അവരും പാടിയെന്നുള്ള രസം. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി അത് മോശമായി പോയി. പിന്നെ നമുക്കെന്താ കാര്യം, സിനിമയുടെ ഫീൽഡ് നമുക്കറിയണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ വേറൊരു ദിവസം ഇവന്മാർ ടി വി വെച്ചപ്പോൾ ഒരു പാട്ട് കേട്ടു. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം, ബോധം വന്നു തുടങ്ങി. ആ പാട്ടും ഇവിടുത്തെ അപ്പൂപ്പന്മാർ പാടി നടന്ന, എല്ലാ അപ്പൂപ്പന്മാരും പാടിയതാ. ലജ്ജാവതിയെ അങ്ങനെ പാട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലയോ? എല്ലാവരും പാടി. അപ്പൊ ലജ്ജാവതിയെ എന്നാ പാടിയേ. അങ്ങനെയാണെങ്കിൽ ഒരു കാമിനിക്ക് വേണ്ടത് എന്താ? ലജ്ജ. ഇന്ന് കാമിനിമാർക്ക് ഇല്ലാത്ത സാധനം ഏതാ? അതാ എളുപ്പം. ലജ്ജ ആമ്പിള്ളാർക്ക് കുറെ കൂടെ ഉണ്ട് വേഷവിധാനത്തിൽ. അപ്പൊ അവിടുത്തെ ഗോശബ്ദത്തിന്റെ അർത്ഥം എന്തായി? ലജ്ജ. നോക്കുക, ഗോശബ്ദം പോകുന്ന പോക്ക് നോക്കുക. നമ്മളെ സംബന്ധിച്ച് ഇവിടെ കാമിനിയുടെ ലജ്ജയെ ഇല്ലാതാക്കുക ആ രസത്തെക്കുറിച്ചല്ല. ഇത് ഭഗവാൻ കൃഷ്ണൻ പൊക്കിപ്പിടിച്ച ഗോവർദ്ധനവാ. അവിടെ നോക്കിയപ്പോഴാണ് അമരകോശത്തിൽ കണ്ടു 21 അർത്ഥമാണ് ഗോശബ്ദത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാണ് ആത്മജ്ഞാനം. ശബ്ദധാരാവലി ജ്ഞാനമെന്നേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗോവിനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എടുത്തു പൊക്കിയത് എന്തിനാ? ആത്മജ്ഞാനത്തിനെയാ പൊക്കി പിടിച്ചത്, ഒരു പർവ്വതത്തെ അല്ല. ഇവിടെ നിർവ്വാണദായകനായ കൃഷ്ണനെ കിട്ടണമെങ്കിൽ ഒരു പാറ എടുത്തു പൊക്കിയ കൃഷ്ണനെ നിർവ്വാണദായകത്വം പറയാൻ പറ്റുമോ? ഇങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഗോവിനെ വിന്ദനം ചെയ്തവനായത് കൊണ്ടാണ് ആരായത്? ഗാം വിന്ദതി ഇത് ഗോവിന്ദ എന്ന യാസ്കൻ. ഇവിടെ ഗോശബ്ദത്തിന്റെ അർത്ഥം ആത്മജ്ഞാനം എന്നാ. ആത്മജ്ഞാനത്തിനെ എടുത്തുയർത്തിപ്പിടിച്ചു. എന്നിട്ട് ഗോപന്മാരോട് പറഞ്ഞു, ഗോപന്മാരെ, ഇന്ദ്രന്റെ വർഷത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ഗോവർദ്ധനത്തിന്റെ കീഴിൽ നിൽക്കാനാ പറഞ്ഞത്. വളരെ വ്യക്തമല്ലേ കഥ? ആരാണ് ഇന്ദ്രൻ? സകല ഇന്ദ്രിയങ്ങളുടെയും, പ്രത്യേകിച്ച് ജ്ഞാന ഇന്ദ്രിയങ്ങളുടെയും മൂർത്തിയാണ് ആര്? ഇന്ദ്രൻ. നാം ഓരോരുത്തരും ഓരോ ദിവസവും ആരുടെ വർഷത്തിൽപ്പെട്ടു പോവുക? ഈ സാധനം കുത്തുമ്പോൾ കണ്ണെവിടെയാ? ഇത് കഴിഞ്ഞിട്ടൊരു ഓട്ടവാ. ഏത് കാണാൻ? 7:30 സീരിയല്. നാം അതിൻ്റെ പുറകെ ഓടുക. കാല് വേണ്ടാത്തിടത്തേക്ക് പോകുന്നു, കൈ. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഇന്ദ്രിയങ്ങൾ
വിവിധ വിഷയങ്ങളിലേക്ക് ഓടിപ്പോകുമ്പോൾ ഈ ഇന്ദ്രിയ വർഷങ്ങളിൽ നിന്നും ഇവിടെ ഗോലോകത്തിലെ ഗോപികമാരെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഗോപികമാരെ അല്ല. ഇപ്പോൾ വിളിച്ചാൽ അതിൻ്റെ അർത്ഥം മുടക്കുഴയിലെ ഗോപികമാരെ എന്നാ. നിങ്ങളിങ്ങനെ ഓരോരോ ഇന്ദ്രിയ വിഷയങ്ങളിൽപ്പെട്ട് പോവുകയല്ലേ. നിങ്ങൾ കഴിയുമെങ്കിൽ അവിടെ യാഗം നടത്തിയത് വർഷത്തിൽ 1-2 തവണയല്ല, വർഷത്തിൽ 1 തവണയാണ്. മിക്കവാറും നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വർഷത്തിൽ 1 തവണയെ എന്ത് നടത്താറുള്ളൂ? സപ്താഹം. അതും കൃത്യമായി 7 ദിവസം ഉച്ച കൊണ്ട് ക്ലോസ്. ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞ എന്താ? നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ വർഷത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വർഷത്തിൽ 7 ദിവസമെങ്കിലും ഞാൻ എടുത്തുയർത്തി പിടിക്കുന്ന ഗോവർദ്ധനത്തിന്റെ കീഴിൽ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് ഏതിൽ നിന്നും രക്ഷപ്പെടാം? ഇന്ദ്രിയ വർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിർവ്വാണദായകത്വത്തിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എടുത്തു ഉയർത്തിപ്പിടിച്ച ആ ഗോവർദ്ധനഗിരി പഴയ പാറയും കല്ലും ഒന്നുമല്ല. ഭാഗവതമെന്ന ആ ഗോവർദ്ധനത്തെ, ആത്മജ്ഞാനത്തെ പകർന്നു തരുന്ന ആ ഗോവർദ്ധനമെന്ന ഭാഗവതം അവിടെ. ആ ഭാഗവതത്തിന്റെ കീഴിൽ നിങ്ങൾ വർഷത്തിൽ 7 ദിവസമെങ്കിലും ഒന്നാണ് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ഈ ഇന്ദ്രിയ വർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അവിടെയും ക്രീഡ കാണിച്ചു താൻ ആരാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഈ ഭാഗവതം ഉപദേശിച്ചത് തന്നെ ആരാണ്? ഈ ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെയാണ് അത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അത് ആ കയ്യിൽ നിന്നും വീഴില്ല. അപ്പൊ ആ വനക്രീഡയും നമുക്ക് നിർവ്വാണദായകത്വം നൽകുന്നത് എന്തുകൊണ്ടാ? ആ കഥയിലും ഇങ്ങനെ ഒരു ആധ്യാത്മികമായിരിക്കുന്ന പരിവേഷം വന്നിരിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് ആ വനക്രീഡ നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു? നിർവ്വാണം, മോക്ഷപദത്തിലേക്ക് നയിക്കാൻ. അല്ലാണ്ട് വെറും പർവ്വതത്തെ പൊക്കി പിടിച്ച കഥ അത് ഞാൻ പറയാറുണ്ട്. ഞാൻ ഈ MA-ക്കൊക്കെ വേദമൊക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ നല്ല സ്കോളർമാരാണ്, വൈഷ്ണവ സഭ. ഞാൻ പോയി അദ്ദേഹം പറഞ്ഞ പോലെ തത്താചാര്യ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ ഈ ഷഡ്ദർശനങ്ങളും പഠിച്ചത്. അപ്പോൾ വേദാംഗങ്ങളും പഠിച്ച അദ്ദേഹത്തിൻ്റെ നിന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്നൊരു ഉദാഹരണം ഉണ്ടായിരുന്നു. പുരാണങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, പുരാണ കഥകളെ പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഈ ശാസ്ത്രം പഠിക്കുന്ന ഒരു 2 പാകത്തെക്കുറിച്ച് പഠിക്കും. ഒന്ന് ദ്രാക്ഷാപാകം, മറ്റൊന്ന് നാളികേരപാകം. ദ്രാക്ഷ എന്ന വാക്കിനർത്ഥം മുന്തിരിങ്ങാന്നാം. മുന്തിരിയുടെ പഴത്തിൻ്റെ സ്വാദറിയാൻ വല്ല പാടുകൊണ്ടോ? ഉണ്ടോ? വായിലേക്കിട്ട് പല്ലില്ലാത്ത അമ്മൂമ്മയ്ക്കാണേലും ആരുടെ രുചി അറിയാം? മുന്തിരിപ്പഴം. നേരെ മറിച്ച് ഒരു നാളികേരം ഇങ്ങോട്ട് കിട്ടി വായിലേക്ക് അതുപോലെ ഇങ്ങോട്ട് വിടാൻ പറ്റുമോ? നടക്കത്തില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? തൊണ്ട് പൊതിക്കണം. തൊണ്ടെടുക്കുവോ? അതെന്തിനുള്ള? കത്തിക്കാനുള്ള. അത് കളഞ്ഞു. എന്നാലും തേങ്ങയുടെ രുചി അറിയാൻ പറ്റുമോ? ഇല്ല. വെട്ടിമുറിക്കണം. കിട്ടുമോ സ്വാദ്? ഇല്ല. ഒന്നുകിൽ ചീകിയെടുക്കണം, അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ എനിക്ക് അബദ്ധം പറ്റി. ചിരണ്ടുകയാണോ ചുരണ്ടുകയാണോ? അവിടെ വലിയൊരു തർക്കം ഉണ്ടായി. അപ്പം അപ്പോൾ അവിടുന്ന് ഒരു ചോദ്യം വന്നു, സാർ ചിരണ്ടുകയാണോ അവർ ചുരണ്ടുക. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഭാഷ പറയണമെന്നാ. ഞാൻ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ അവിടുന്ന് മുങ്ങാൻ. എന്താണ്? ഇത് ഗ്രാമീണ ഭാഷയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അതിനെ നമുക്ക് ലോജിക്ക് പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കും, ചുരവയാണോ ചെരവയാണോ എന്ന് ചോദിച്ചു. അപ്പം അർത്ഥം കിട്ടി. അതേ ഉള്ളൂ ഇവിടെ മറുപടി. അതുപോലെ ഈ തേങ്ങ പൂളി എടുക്കണം, അല്ലെങ്കിൽ ചിരണ്ടി എടുക്കണം. ഇത് വായിലിട്ട് ചവച്ച് അരച്ച് കഴിഞ്ഞെങ്കിലേ ഏതറിയൂ. അപ്പൊ എത്ര പ്രോസസ്സിലൂടെ അത് കടന്നു. ഇതേപോലെയാണ് ഭാഗവതത്തിലെ പല കഥകളും. ദ്രാക്ഷാഭാഗത്തിലുള്ളതുമുണ്ട്, നാളികേര ഭാഗത്തിലുള്ളതുണ്ട്. പുറമെ കാണുന്നതൊക്കെ വെറും തൊണ്ട. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും എല്ലാം തൊണ്ട് വലിച്ചു ഊരോട്ട് കളയുക. പിന്നെയോ ഇതിനകത്തോട്ടിറങ്ങണം. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുവദാന്തേ ഭജിപ്പവന് മുക്തിക്ക് തക്കൊരു. നമ്മൾ അവിടെ അറിയണം. അതാണ് ഭാഗവതം. ഇതിൻ്റെ അന്തസത്ത എടുക്കണം. ഇനി എന്തിനാണ് കഥകൾ വേണ്ടെന്നല്ല, കഥകളിലൂടെ കാര്യത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി കംപ്ലീറ്റ് വർക്സ് ഓഫ് വിവേകാനന്ദനിൽ വ്യക്തമായിട്ട് പറയുന്നു, ക്ഷേത്രത്തിൽ ജനിക്കണം, ക്ഷേത്രത്തിൽ കിടന്ന് മരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്നെ ഈ തലത്തിലേക്ക് ഉയർത്തണമെങ്കിൽ ആദ്യം വേണ്ടുന്നത് എന്ത് തന്നെയാ? ക്ഷേത്ര സങ്കേതമാ. ആ സങ്കേതത്തിൽ നിന്നും ഉയർന്നുയർന്ന്
അവസാനം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ട് എന്ന് എത്തിച്ചേരുമ്പോൾ അവിടെ നിർവ്വാണത്വം കിട്ടി. അപ്പോ ഓരോ കഥകളും എന്തെങ്കിലും എക്സാമ്പിളുകളെ പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുക. അവിടല്ല അതിനാണ് ഓരോ കഥയുടെയും ഉള്ളിലേക്ക് എറിയാൻ. കാരണം വ്യാസനാണ് ലോകം കണ്ടത് ഇതുപോലെ ഒരു പ്രതിഭ ലോകത്ത് വെറുതെ ഇല്ല. അതുകൊണ്ടാണ് ആണുങ്ങൾ പറഞ്ഞത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. വ്യാസൻ പറഞ്ഞതേ ഉള്ളൂ ഈ ലോകത്ത്, ഇതിനപ്പുറത്തൊന്നും കാണാനില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഓരോ കഥയിലും വ്യാസൻ ഒരു കീവേഡ് ഇട്ടിട്ടുണ്ടാവും. അതിനകത്തൂടെ ചുഴഞ്ഞിറങ്ങാൻ സാധിച്ചെങ്കിൽ ഭാഗവതത്തിന്റെ തത്വം എന്താണ് ആ കഥയിലെ അറിയാൻ നമുക്ക് സാധിക്കും. അപ്പോ ഈ വനക്രീഡ ആയിക്കൊള്ളട്ടെ, ജലക്രീഡയായി, ഇപ്പൊ ജലക്രീഡ ഏതെടുക്കാം? കാളിയമർദ്ദനം ജലത്തിലുള്ള വികാരമാണ്. കാരണം കാളിയൻ എന്ന് പറയുന്ന 100,000 പണങ്ങളുള്ള ഒരു കാളിയനെ ഒരു കുട്ടിക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ അവിടെ എന്താണ്? ആ രൂപത്തിൽ അവതരിച്ചു വന്നിരിക്കുന്ന ഭഗവാൻ തനിക്കിതിനുള്ള കഴിവുണ്ട്, ഞാൻ ആ പരമപുരുഷനാണ് എന്ന് ആരെ പഠിപ്പിക്കുക? ഈ ഗോപന്മാരെ ഇവർ അന്നേരമൊക്കെ സമ്മതിക്കും. ആരാണിത്? നല്ല സ്തുതിയും നടത്തും. ചിര കഴിയുമ്പോൾ വീണ്ടും യശോദയുടെ പുത്രനാണ്. ഇവിടാണ് കുഴപ്പം. നമ്മളിപ്പം ഇവിടെ നിന്ന് വേദാന്തമൊക്കെ അങ്ങോട്ട് കേൾക്കും. ഉച്ച തൊട്ട് 6:30-7 വരെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ഇവിടെ വരുന്നതൊക്കെ നമ്മളൊക്കെ ആരാണ്? ആത്മസ്വരൂപമാണ്. നിങ്ങളൊക്കെ ചൈതന്യങ്ങളാണ്. നിങ്ങളും ഞാനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ശരീരം കൊണ്ടുള്ള ഭേദം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയതായിട്ട് തോന്നുന്ന നമുക്കറിയത്തില്ലേ? ഒന്നായ നിന്നൈഹ 2 ശ്ലോകവും കൂടെ ചൊല്ലും. രണ്ടെന്ന് കണ്ടതിൽ ഉണ്ടായോരിണ്ടൽ ഭേദ മിണ്ടാവതല്ല മമ വണ്ടേ കണക്കെ വരുവാൻ. എന്താ? നീയും ഞാനും ഒന്ന് എന്ന തത്വത്തിലേക്ക് എത്തിക്കാനാണ് ഭാഗവതം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് തലകുലുക്കും. പടി കയറി കഴിയുമ്പോൾ വടക്കേ വീട്ടിലെ കൊച്ചമ്മണിയായി മാറും. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോ പറഞ്ഞതിൻ്റെ അർത്ഥം, സാഹചര്യങ്ങൾ നമ്മളെ ഓരോ കഥകളും നിർവ്വാണത്തിലേക്ക് കൊണ്ടുപോകുന്ന. പക്ഷെ പ്രാകൃതകളായിരുന്ന ഗോപികമാർക്ക് അത്രയും സമയത്തേക്ക് മാത്രമേ അതിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. അത് കഴിയുമ്പോൾ അവർ വിട്ടു. അത് കഴിയുമ്പോൾ വീണ്ടും പഴയപടി ആരെ കാണാൻ തുടങ്ങി? ഭഗവാനെ. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം, ഇപ്പം രമ്യ ഹർമ്മ്യ ക്രീഡ എന്നൊരു ടോപ്പിക്ക് അവിടെ വന്നു. ഞാൻ ആലോചിച്ചു ഇതെന്തുവാ? അപ്പം ഹർമ്മ്യങ്ങളെന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ പറഞ്ഞു കൊട്ടാരവാ. അപ്പം എന്തായാലും കൊട്ടാരത്തിലെ ക്രീഡകളാണ് പറയുന്നതെങ്കിൽ ഭഗവാന്റെ ഗാർഹസ്യത്തിൻ്റെ കഥയാവണം. ഭഗവാനെ ഗൃഹസ്ഥനെന്നല്ല പറയേണ്ടത്. പിന്നെയോ ഗൃഹസ്ഥൻ എന്ന വാക്കിനർത്ഥം എന്താ? ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ളത്. ഭഗവാനെ അങ്ങനെ പെടുത്താൻ പറ്റുമോ? ഭാഗവതത്തിൻ്റെ കണക്കനുസരിച്ച് ഇവിടെ പറഞ്ഞ എത്രയാ? നരകാസുരൻ്റെ കൊട്ടാരത്തിൽ നിന്നും കുറെ പേരെ മോചിപ്പിച്ചു. അഷ്ടമഹിഷി ഉദ്വാഹം എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. അവിടെ 8 പത്നിമാരെ നമ്മളിപ്പോഴും പത്നിമാരായിട്ടേ കാണുന്നുള്ളൂ. എന്താ യഥാർത്ഥത്തിൽ ആ അഷ്ടമഹിഷികൾ ആരാ? 8 ഭഗവാന്റെ പ്രകൃതി ഭാവങ്ങളാ. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവജ അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി രക്ഷത. ഭഗവത്ഗീത. ആ ഓരോരുത്തരും ആ പഞ്ചഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും, അതിന് സാധാരണ പറയുക അന്ധക്കരണ വൃത്തികളെന്നാണ്. അന്ധക്കരണ വൃത്തികളുടെയും റെപ്രസെൻറ്റേറ്റീവുകളാവും. അതിൽ രുക്മിണി എന്ന് പറയുന്ന ഭൂമിയുടെ പ്രത്യേക സ്വഭാവം ക്ഷമിക്കുക എന്നുള്ള. ഭഗവത് പത്നിമാരിൽ ക്ഷമാശീലം കൂടുതലുള്ള ആർക്കാ? രുക്മിണിക്ക. ഇത്തിരി തലക്കനമുള്ള ആർക്കാ? ഭഗവത് പത്നിമാരിൽ ആർക്കാ? സത്യഭാമയ്ക്ക. എന്താ കാര്യം? സൗന്ദര്യം കൂടുതലുള്ളതുകൊണ്ടാണോ? സത്യഭാമയേക്കാൾ സൗന്ദര്യം ഉള്ളവളാണ് ആര്? രുക്മിണി. യാതൊരു സംശയമില്ല. തനിക്ക് യോജിച്ചത് ഇനി ആളാണെന്ന് പഴയ ലെറ്ററിനകത്ത് തന്നെ അങ്ങനെ എഴുതിയ ബ്രാഹ്മണന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തില്ലേ? ലോകത്തെ ആദ്യത്തെ ലെറ്റർ കൊടുത്ത ആളാ. ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ എന്ന ആരംഭം. ഭുവനസുന്ദര എന്നാ ഭഗവാനെ വർണ്ണിച്ചത്.
അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായി, ഭുവനസുന്ദര എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനായിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും കൃഷ്ണനാണ് സുന്ദരനെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അറിയും? സകല കൃഷ്ണ പിള്ളേരെ ആര് കണ്ടിട്ടുണ്ടാവണം? രുക്മിണി സകല യുവാക്കളായിരിക്കുന്ന രാജാക്കന്മാരെയും കാണണമോ വേണ്ടയോ? നിങ്ങൾ ഉത്തരം പറ. സൗന്ദര്യം കണ്ടറിയുന്നതോ കേട്ടറിയുന്നതോ? ഇതെല്ലാം കൂടെ പറയില്ലേ, ശാസ്ത്രമാ. കണ്ടറിയുന്നതാണ് സൗന്ദര്യം. കേട്ടറിഞ്ഞാൽ ഇന്നുവരെ ആരും ഒരു വിവാഹം നടത്തിയതായിട്ട് എനിക്കറിയില്ല. ഇന്ന വീട്ടിൽ ഒരു ആൺകൊച്ചുണ്ട് സുന്ദരൻ, അല്ലെങ്കിൽ പെൺകൊച്ചുണ്ട്, നീ അങ്ങ് കെട്ടിക്കോടാ എന്ന് പറഞ്ഞ ഒരുത്തൻ കെട്ടാൻ പോവോ? അവനെ വിഡ്ഢീന്നേ പറയുള്ളൂ. നേരിട്ട് കണ്ടറിഞ്ഞാലേ സൗന്ദര്യം അറിയൂ. വളരെ വ്യക്തമായിട്ട് പറയുന്നു, രുക്മിണി കൊട്ടാരം വിട്ട് ഇതുവരെയും പുറത്തേക്ക് പോയിട്ടുമില്ല. പിന്നെങ്ങനെ അറിഞ്ഞത്? അവിടെ ശ്രുത്വാന്ന് വാച്യാർത്ഥം ദ്വാന്തം എടുത്ത കിട്ടത്തില്ല. ലബന്ധത്തിലേക്ക് പോകണം. ശ്രുത്വാന്ന് പറയുന്നതിന്റെ ലബന്ധാർത്ഥം വരിക, സംസ്കൃതം അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ശ്രുത്യാന്നെടുക്കും, കെട്ടിട്ട് നന്നേ അർത്ഥം. ലെപ്പ് വെച്ചിട്ട് പ്രത്യയം ഉണ്ടാക്കുന്ന സംസ്കൃത ഭാഷയിൽ ലെപ്പ് വെക്കുമ്പോൾ ശ്രുത്യ, അതിന്റെ അതേ അർത്ഥം തന്നെയാ ശ്രുത്വ, കുതാന്തം അവ്യയം. ശ്രുത്യ, ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രുതി വേദവാ. ശ്രുതി ശബ്ദത്തിന്റെ തൃതീയ ഏകവചനം എങ്ങനെ വരിക? ശ്രുത്യ, ശ്രുതിഭ്യാം, ശ്രുതിഭിഹി എന്ന് വരിക. അപ്പൊ ശ്രുത്യ എന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കുമ്പോൾ എന്താ? ശ്രുതിയിലൂടെ നിന്നെ അറിഞ്ഞു. അപ്പൊ രുക്മിണി അറിഞ്ഞത് എങ്ങനാ? സൗന്ദര്യമുള്ളവരെ മുഴുവൻ കണ്ടിട്ടല്ല. ആ കൊട്ടാരത്തിൽ വരുന്ന ബ്രാഹ്മണര് ഭഗവാനെ വേദത്തിൽ എങ്ങനെയാണോ വർണ്ണിച്ചിരിക്കുന്നത്, ആ വേദമന്ത്രത്തിലൂടെ ഭഗവാൻ അറിഞ്ഞു. ഭഗവാൻ ആരാണെന്ന് ആരറിഞ്ഞിരിക്കുന്നു? രുക്മിണി. അതാരാന്ന? ഭുവനസുന്ദര. ഏതാ ഭുവനത്തിൽ വെച്ച് സുന്ദരന്ന് ഉള്ള അർത്ഥം ബഹുവ്രീഹിയെടുത്താൽ കിട്ടത്തില്ല. എങ്ങനെയാ? ഭഗവാനെ നിനക്കൊരു രൂപം സങ്കല്പിച്ച് തന്നാൽ ഭഗവാന്റെ സ്വരൂപം വേദത്തിൽ വർണ്ണിക്കുന്നത് ഏതായിട്ടാ? എന്താണ് ഭഗവാന്റെ രൂപം? ഇത് തന്നെ. നാരായണീയം 3-ാം ദശകം. ഏവം ചതുർദശ ജഗന്മയതാം. ഇല്ലെങ്കിൽ വായിച്ചു നോക്കുക. ആണോ? 14 ലോകങ്ങളെയും കൂടെയുള്ള ആ വിശ്വവിരാടെന്നൊക്കെ പറയുന്ന രൂപം. അപ്പൊ ഭഗവാൻ ഒരു രൂപം കൽപ്പിച്ചാൽ ഏത് രൂപമാ? ഈ വിശ്വനാണ്, ഈ പ്രപഞ്ചം തന്നെയാണ്. അങ്ങ് അവിടെ വാച്യാർത്ഥത്തിൽ കഥയെടുത്തോണ്ട് പോയാൽ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പണ്ട് ഇന്നസെന്റ് ഏതോ ഒരു സിനിമയ്ക്കകത്ത് തിലകനെ കളിയാക്കി ഇക്ഷ ഇണ്ണ വെച്ച് വന്ന പോലെ പോകേണ്ടി വരും. അതുകൊണ്ട് വാച്യാർത്ഥമല്ല. ഭാഗവതം ഓർത്തോളുക. അന്തത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഓരോ വിഹാരവും അവിടെയും ഭഗവാൻ വിഹരിച്ചത്. അപ്പോ ഇതെല്ലാം അറിയാവുന്ന ആ രുക്മിണിയുമായിട്ടിരിക്കുന്ന ഒരു അധ്യായം വരും ദശമത്തില്. കരികിജിത് അധ്യായം എന്നൊക്കെ അതിന് പറയുക. വെറുതെ എന്തോ ഒരു അധ്യായം എന്നേ ഉള്ളൂ, കരികിജിത്. അങ്ങനെയാണ് ഭാഗവതക്കാരുടെ ഇടയിൽ അതിന് പ്രസിദ്ധമായിരിക്കുന്നത്. കാരണം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ അധ്യായം ആരംഭിക്കുന്ന തന്നെ കരികിജിത് എന്ന് പറഞ്ഞുകൊണ്ടാ, ഒരു ദിവസം എന്ന് പറഞ്ഞാ. അതുകൊണ്ടായിരിക്കാം അതിനെ കരികിജിത് അധ്യായം എന്ന് പറയും. ഏതായാലും അവിടെ വെച്ച് ഈ രുക്മിണിയോട് പറഞ്ഞു, നീ പൊക്കോ, എനിക്ക് നിന്നോട് താല്പര്യമൊന്നും ഇല്ല, എനിക്ക് നിന്നോട് പ്രേമമൊന്നുമില്ല രുക്മിണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രുക്മിണിയെ ആരൊന്ന് ചൊടിപ്പിക്കുക ഭഗവാൻ. അപ്പൊ ചോദിച്ചു, എന്നാ പിന്നെ ഇയാൾ എന്തിനാ എന്നെ വന്ന് കട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ, അത് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. പിന്നെയോ, സാൽവൻ, ജരാസന്ധൻ, ശിശുപാലൻ തുടങ്ങിയ വില്ലാളി വീരന്മാരൊക്കെ ഇരിക്കുന്നിടത്തുനിന്ന് നിന്നെ പുഷ്പം പോലെ കൊണ്ടുപോകാൻ തൻ്റെ ഇടം ഉള്ളവനാണ് ഞാൻ എന്ന അവന്മാരെ കാണിക്കാനാണ് നിന്നെ തട്ടിക്കൊണ്ടുവന്ന് നീ പൊക്കോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആരെ ഡൈവോഴ്സ് ചെയ്യാൻ ഒരുങ്ങുക. ഇത് കേട്ടപാടെ രുക്മിണി വെട്ടിയിട്ട വാഴ പോലെ വീണു എന്ന്. എന്നിട്ട് അവിടെ പറയുന്ന കയ്യിൽ കിടന്ന വളകളൊക്കെ ഊരിപ്പോയി. പോവോ? സ്ത്രീകൾക്ക് സങ്കടം തോന്നിയാൽ കൈ കിടക്കുന്ന സ്വർണ്ണവള ഊരിപ്പോവാ. അപ്പൊ അത്
ആ ദുഃഖത്തിന്റെ അഗാധത കാണിക്കാൻ വാക്ചാതുര്യം എടുത്തുന്നേ ഉള്ളൂ. എന്തേലും ആട്ട് കരഞ്ഞു വീഞ്ഞു. അവസാനം ഭഗവാൻ ഓർത്തു, അല്ലേലും ശരിയാ, ഈ സ്ത്രീകളോട് എന്തു പറയാൻ പറ്റില്ല, ഒരു തമാശയും പറയാൻ കൊള്ളത്തില്ല. കാരണം എന്താ? എന്നിട്ട് ഭഗവാൻ അവിടെ ഒരു വാക്ക് പറഞ്ഞു, എന്നോട് കോപിക്കല്ലേ, ഈ സ്ത്രീകളെന്ന് പറയുന്നവര് ഹൃദയം ഇല്ലാത്തവരാന്ന്. അതും ശരിയാ. മാതൃഭൂമിയുടെ 8-ാം പേജ് നോക്കിയാൽ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്ന മുഴുവൻ ആരാ? ആണുങ്ങളാ. ഒരൊറ്റ സ്ത്രീകളും ഹൃദയസ്തംഭനം വന്ന് മരിച്ചതായിട്ട് ന്യൂസ് ഇല്ല. കാരണം ഹൃദയമുള്ളവരല്ലേ ഹൃദയസ്തംഭനം വരും. അത് വലിയ കാര്യം. അപ്പോ ഈ തമാശ എന്താണെന്ന് വേർതിരിച്ചറിയാനുള്ള ആ പാഠവർക്കില്ലെന്നാ ഭഗവാൻ പറഞ്ഞേ. ഏതിനെ ഏത് രീതിയിൽ കിടന്നു. പിന്നെ ഭഗവാൻ എടുത്തു, ആശ്ലേഷിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണോ തന്നെ ചൊടിപ്പിച്ചത്, അതിനൊക്കെ വ്യക്തമായ ഉത്തരം ആര് തിരികെ നൽകി? രുക്മിണി. അപ്പൊ പറഞ്ഞു ഭഗവാൻ പ്ലേറ്റ് മാറ്റി, രുക്മിണി, ഇത് കേൾക്കാനല്ലേ ഞാനിത് പറഞ്ഞത്. ഇതെന്തിനാ ഇവിടെ ഒരു ഹർമ്മ്യക്രീഡ നടത്തിയത്? ഇപ്പൊ ഇറങ്ങിത്തിരിച്ചത് ഗാർഹസ്ഥ്യത്തിലാ. ഒരു ഗൃഹസ്ഥൻ ചുമ്മാ ഭർത്താവാണെന്നും പറഞ്ഞ് മീശയും പിരിച്ച് നടന്നാ പോരാ. പിന്നെയോ ഇടയ്ക്കിടയ്ക്ക് ആരുമായിട്ട് തല്ലുകൂടണം. ഒരേ താളത്തിൽ പോയാൽ ആ ഗാർഹസ്ഥ്യത്തിൽ ഒരു സുഖവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവണമെന്നാ അപ്പൊ പറഞ്ഞതിനർത്ഥം? അടിപിടിയൊക്കെ ഉണ്ടാകണം, കൈയൊക്കെ ഒന്ന് പൊക്കാം, കാല് പൊക്കണ്ട, എങ്കിൽ മാത്രമേ അതിനൊരു സുഖം ഉള്ളൂ. ഒന്ന് പിണങ്ങിയിരിക്കുക 2-3 ദിവസം. അപ്പോൾ എന്തായിരിക്കും? ഭർത്താവിന് ചമ്മന്തി അരച്ച് വെച്ചെങ്കിലായി കൊടുക്കും. എന്നിട്ടോ 3-ാം പൊക്കം ആകുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ലോഹിയാവും. 4-ാം പൊക്കം വിഭവസമൃദ്ധമായ സദ്യ. ആ ഊണിനൊരു പ്രത്യേക. അപ്പൊ ഭഗവാൻ ഇത് പഠിപ്പിച്ചു. ഒരു ഗൃഹസ്ഥനായിരിക്കുമ്പോൾ തൻ്റെ ഭാര്യയോട് ചില കടമകൾ ഉണ്ട്, ഒരേ താളത്തിലല്ല. ഇനി നോക്കിക്കോളുക, ഇവിടെ ഓരോ ലീലകൾ ഗൃഹസ്ഥാശ്രമത്തിന്റെ നടത്തിയാലും നിങ്ങൾക്ക് കാണാം. സ്യമന്തക കഥ പറഞ്ഞ മണി പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞ കഥയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വെറും പൊട്ട തെറ്റാ. ഇത് പഠിക്കാൻ പോകുന്നത് നമ്മളാ, ഗൃഹസ്ഥന്മാരാ. എനിക്ക് ആ കഥയിൽ നിന്ന് എന്ത് കിട്ടണം? അത് കിട്ടിയാൽ ഭാഗവതം ഈ കാലഘട്ടത്തിന് അനുസൃതമാവും. പുരാപി നവീനം ചായത് തത് പുരാണമെന്ന് നിരുക്തം. ഇത് എഴുതിയ കാലത്ത് ഇതെത്രത്തോളം പുതുമയുള്ളതാണോ അത്രയും പുതുമ ഇത് പറയുന്ന ഓരോ കാലഘട്ടത്തിനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ കഥയും വന്നെങ്കിൽ മാത്രമേ ഇതേതാവൂ, പുരാണമാകൂ. ഓർത്തോളുക. എൻ്റെ അനുഭവം കൊണ്ട് പറയട്ടെ. ഒരു ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ സംസ്കൃതം ഫൈനൽ ഇയർ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് സപ്താഹ വീതികളിൽ പോകാൻ തുടങ്ങിയ ആളാ. നിരവധി സപ്താഹങ്ങളൊക്കെ നടത്തി. പക്ഷെ ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ കണ്ട ഒരു കാഴ്ച, ഒരു 70, 65, 85 വയസ്സിലുള്ളവർക്കുള്ളതാണ്. ഏത്? ഇവിടെ നോക്കിയാലും തല നരയ്ക്കാത്തവർ വളരെ കുറവാണ്. ആണോ അല്ലയോ? ഇനി ഇവിടെ പല ആചാര്യന്മാരിരിപ്പുണ്ട്, അവരുടെ അനുഭവം കൂടി നോക്കുക. 90% വേദികളിൽ കാണുന്നത് 50 വയസ്സിന് മുകളിൽ. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ വരുന്നില്ല? ഇത് ചിന്തിക്കണ്ടേ? ഏത് സപ്താഹമായിക്കോട്ടെ, സത്രമായിക്കൊള്ളട്ടെ, എന്തുകൊണ്ട് വരുന്നില്ല? കാരണം എന്താ? ഇപ്പോഴും നമ്മൾ കിടക്കുന്നത് എവിടാ? ഈ കൃഷ്ണന്റെ ഇങ്ങനെ കുറെ ലീലകളും ഈ കഥകളും. ഇത് ബാലരമയൊന്നും കിട്ടുന്നില്ലേ നമുക്ക്? ഇതാണോ വേണ്ടത്? എന്തുകൊണ്ട് ചെറുപ്പക്കാർ വരുന്നില്ല എന്ന് ഞാൻ പലരോടും ചോദിച്ചു. ഒരു പറഞ്ഞ എന്താണ്, കഴിഞ്ഞ കൊല്ലം വന്ന ആചാര്യം പറഞ്ഞ അതേ കഥ തന്നെയാണ്, ഞങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് ഒന്നും കിട്ടും. പക്ഷെ എൻ്റെ അനുഭവം അതല്ല. എൻ്റെ കൂടെ എത്രയോ സപ്താഹങ്ങൾ പാരായണം ചെയ്യുന്ന ആളാ ജിതേഷ്. 2 ദിവസമേ ഉള്ളൂ 50 വയസ്സുകാരുടെ എണ്ണം കൂടുതൽ. 53-ാം ദിവസമാകുമ്പോൾ ധാരാളം പുരുഷന്മാരും ചെറുപ്പക്കാർ, കോളേജ്, MSc അങ്ങനെയുള്ള ആളുകളും വന്നിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു പറയുമ്പോൾ അവർ പോകുമ്പോൾ പറയും, സാർ ഞങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ അതിനൊക്കെയുള്ള ഉത്തരം ഞങ്ങൾക്ക് കിട്ടി. ഈ രീതിയിൽ ഭാഗവത്, ഞാനെന്നെ പൊക്കി പറഞ്ഞല്ല, അങ്ങനെ കരുതല്ലേ. ഞാൻ പറഞ്ഞത് ഇത് കഥകളിൽ നിന്ന് മാറി ഇത് നമ്മുടെ കുട്ടികളിലേക്കുള്ള ആധ്യാത്മികത്തിൻ്റെ വഴി. ഇതിപ്പം വന്നിരിക്കുന്ന എന്താ കുഴപ്പമെന്ന് വെച്ചാൽ,
ഇവിടെ ഭക്തി മാത്രമായിട്ടങ്ങ് ഇതിനെ ചുരുക്കി. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, ഭാഗവതം എഴുതിയ വ്യാസന് ഭക്തിയല്ല പ്രധാനം. ആയിരുന്നെങ്കിൽ മഹാത്മകഥ അങ്ങനെ പറയില്ല. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവൈക്രിയതേ കഥം. ഭാഗവതം തന്നെ പറയുന്നു, ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാൻ വിഷ്ണു ഭക്തന്മാർ എന്താണ് ചെയ്തത്? ഇത് മൂന്നും ഉണ്ടാകാനായിട്ട് അവർ ചെയ്ത ഭാഗവത സപ്താഹ. അങ്ങനെയാണെങ്കിൽ ഓരോ സത്രവും ഭാഗവത സപ്താഹങ്ങളും കേൾക്കാൻ വരുന്നവനെയും കാണാൻ വരുന്നവനും ഇത് മൂന്നും ഉണ്ടാക്കിയെടുക്കണം. ഭക്തിയും വേണം, ജ്ഞാനവും വരണം, വൈരാഗ്യം അത് മിക്കവാറും ഇനി കേട്ടില്ലേലും ഉണ്ടാകാറുണ്ട് അയലോക്കംകാർ. അതല്ല, വിഷയ വൈരാഗ്യം. ഇത് മൂന്നും നമുക്കൊരുപോലെ ലഭിച്ചെങ്കിൽ മാത്രമേ എന്താവൂ? ഭാഗവതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പോകൂ. ചോദിക്കട്ടെ, ഭക്തി ഉണ്ടാകാനായിട്ട് ഭാഗവതം വായിക്കണോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും പേര് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുണ്ടായിട്ടാ? നിങ്ങളിൽ അല്പമായിട്ടെങ്കിലും എന്തുണ്ട്? ഭക്തിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഭക്തിയൊന്നും ഉണ്ടാക്കി തരേണ്ട കാര്യമില്ല. ഭക്തി ഉള്ളതുകൊണ്ടാണ് പുസ്തകമായിട്ട് ഇവിടെ വന്നത്. ഇല്ല വേറെ എത്രയോ ആളുകൾ ഇതിലെ പോയി, അവരാരും കയറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഭക്തി നിങ്ങളിലുണ്ട്. അതാണ് യൗവനം എന്ന് പറഞ്ഞത് മഹാത്മ്യകഥയിൽ. ഭക്തി യുവതിയായിരുന്നു. നിങ്ങളിലൊക്കെ ഭക്തിയുണ്ട് യൗവനാവസ്ഥയിൽ. തളർന്നു കിടക്കുന്നത് എന്തോന്നാ? നിങ്ങളുടെ രണ്ട് മക്കളുടെ കാര്യം പറഞ്ഞു അവിടെ, ജ്ഞാനവും വൈരാഗ്യവും. അതെപ്പോഴാ ഉണർന്നത്? ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളിൽ എല്ലാവരിലും ഭക്തിയുണ്ട്. ഈ സത്രം കഴിയുമ്പോൾ ഏതൂടെ പൊങ്ങി വരണം? നിങ്ങളിലുള്ള മക്കളായ രണ്ടുപേര് ജ്ഞാനവും വൈരാഗ്യവും. ഭക്തി ഇനി ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, ഭക്തി ഉണ്ട്. അതിന് സൈക്കോളജി പറയും, നമുക്ക് 3 മണ്ഡലങ്ങളുണ്ട്. ടീച്ചിങ് മെത്തഡോളജിയിലൊക്കെ പഠിപ്പിക്കും. ലേണിംഗ് 3 മേഖലകളാണ്. ഒന്ന് ബുദ്ധിയുടെ മണ്ഡലം, ഒന്ന് വൈകാരിക മണ്ഡലം, ഒന്ന് ശാരീരിക മണ്ഡലം. ഇത് മൂന്നും വളരെ കുറച്ച് ആളുകൾക്ക് ഒരുപോലെ ഉണ്ടാവും. എല്ലാവർക്കും ഒന്ന് മെയിൻ ആകുമ്പോൾ മറ്റേത് രണ്ടും സബ്സിഡി ആയിട്ട് നിൽക്കും. പഴയ പ്രീ ഡിഗ്രി പഠിച്ചവരുണ്ടെങ്കിൽ അറിയാം, മാത്സ് പഠിക്കുമ്പോൾ 2 സബ്ബാ. ഏതൊക്കെയാ? ഫിസിക്സ്, കെമിസ്ട്രി. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവരാണ്, എനിക്കറിയാം. മാത്സ് മെയിൻ ആകുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, സബ്ബ. അത് വേണം. മാത്സ് പഠിക്കണോ? നിനക്ക് എന്തുകൂടെ പഠിക്കണം? സബ് പഠിക്കണം. സുവോളജി എടുക്കുന്നവന് ബോട്ടണി, ബയോളജി സബ്സിഡിയറിയാ. അപ്പോൾ ഒന്ന് മെയിൻ ആകുമ്പോൾ മറ്റേത് രണ്ടും സബ്ബായിട്ടുണ്ടാവണം, എന്നാലേ കോഴ്സ് കംപ്ലീറ്റ് ആവൂ. അങ്ങനെയാണെങ്കിൽ ഒരുത്തൻ ഭക്തിയുടെ അഗ്രഗണ്യനായിട്ട് നിൽക്കുമ്പോൾ അവന് സബ്ബായിട്ട് എന്തും വേണം? ജ്ഞാനവും വൈരാഗ്യം വേണം. അല്ല, ഭക്തി കൊണ്ട് വളരെ എന്താണ്, അങ്ങേയറ്റത്തുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഭക്തി കൊണ്ട് അങ്ങെത്താം. ഇത് അവരൊക്കെ കുറിച്ചല്ലോ, ഒന്നുമില്ലാത്ത നമുക്ക് തരുന്ന ഭാഗവതം. അങ്ങനെയാണെങ്കിൽ ഭക്തിയോടൊപ്പം ഏതും കൂടി ഉണ്ടാവണം. ജ്ഞാനവും വൈരാഗ്യം ഏറി നിൽക്കുന്നവന് സബ്ബായിട്ട് എന്ത് വേണം? ഭക്തിയും വേണം, ജ്ഞാനവും വേണം. ജ്ഞാനം മെയിനാകുന്നവർക്ക് ഭക്തിയും വേണം, വൈരാഗ്യം. അപ്പോൾ അതുകൊണ്ടാണ് വ്യാസൻ പറഞ്ഞത് പ്രകാശിത കോപി നവീന മാർഗ. അതൊന്നും പഠിക്കട്ടെ, പഠിച്ചെന്ന് ഇറങ്ങണം. എന്തുകൊണ്ട് വ്യാസൻ പറഞ്ഞു ഞാനൊരു പുതിയ മാർഗത്തെയാണ് ഭാഗവതത്തിലൂടെ അഡാപ്റ്റ് ചെയ്യുന്നത് എന്ന് വ്യാസൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ: ഭക്തിയെ തള്ളാത്ത, ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഒരുപോലെ ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട്, ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു മാർഗം ഞാൻ അവലംബിച്ചിരിക്കുന്നു. അതാണ് ഏത്? ഭാഗവതം. ഇവിടെ ഭാഗവതത്തില് ഭക്തി മാത്രമാണ് എന്ന് പറഞ്ഞ പൊട്ടത്തെറ്റ, അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ ഒരു ചോദിക്കട്ടെ, നിമി നവയോഗി സംവാദം, എന്താണ് മറ്റേ ഉദ്ധവ ഉപദേശം, ഇവിടേക്ക് എന്ത് ഭക്തിയാ പറയണേ? ഇവിടെ ഭക്തി ഒന്നുമല്ല പറയണേ. ഇവിടെ 1-ാം തരം ഞാൻ കാവിലം 1-ാം തരം സാഖ്യശാസ്ത്രമല്ലേ എടുത്തിട്ട് പറയണേ. അവിടെ ജ്ഞാനമാണ്.
ഋഷഭന്റെ ചരിതം, ഭരതന്റെ ചരിതം വൈരാഗ്യമാ പറയണേ. പുരഞ്ജനോപാഖ്യാനം അവിടെ കർമ്മകാണ്ഡത്തെ നിരാകരിച്ചുകൊണ്ട് ജ്ഞാനകാണ്ഡത്തെ കൊണ്ടിരിക്കുക. പ്രഹ്ലാദന്റെ കഥ ഒന്നാന്തരം ഭക്തിയാ. അപ്പൊ നോക്കുക, ഭാഗവതത്തിൽ ഇതെല്ലാം മിക്സ് ചെയ്തുവാ പറയുന്നത്. ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം. അപ്പോൾ ഓരോ ക്രീഡകളും ഓരോ ഭഗവാന്റെ ഭാഗങ്ങളും പറയുന്നത് ഇത് മൂന്നിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ നിർവ്വാണപദത്തിലേക്ക് എത്തിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്, ബഹുസ്വരത വരാം, അഭിപ്രായ ഭിന്നതകൾ വരാം, അത് ഞാൻ കാര്യമാക്കുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടല്ലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയണം. ഇതൊന്ന് ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നമ്മൾ കണ്ടെങ്കിലേ മാറ്റുള്ളൂ. കാരണം ഇവിടെ ഒരു രീതി പറയുമ്പോൾ ശാസ്ത്രം വേറെ രീതിയിൽ നിൽക്കുമ്പോൾ ഇത് രണ്ടുകൂടെ പൊരുത്തപ്പെടണോ? ഭക്തിയുടെ വക്താവായിരിക്കുന്ന നാരദര് തൻ്റെ ഭക്തിയുടെ അവസാന വാക്കെന്ന് പറഞ്ഞ നാരദരുടെ വാക്കാ. ആ നാരദര് പറഞ്ഞു വച്ചിരിക്കുന്നു, ഭക്തി എന്ന് പറഞ്ഞാൽ സാധു പരമപ്രേമൈക രൂപ. അവളാവട്ടെ ഭഗവാനോട് തോന്നുന്ന പരമ പ്രേമവാന്ന. അവിടെ എന്താ, ആത്മജ്ഞാനമായിട്ട് ഭഗവാനോട് ചേരുന്ന അവസ്ഥയാ ഭക്തി. അപ്പൊ ഇവിടെ എല്ലാം പറഞ്ഞത് ഓരോ ക്രീഡകളിലും ഓരോ കഥകളിലൂടെയും വ്യാസൻ ഹർമ്മ്യക്രീഡ നമുക്ക് കാണാം. ഒരു ഗൃഹസ്ഥനായിട്ടിരുന്നു കൊണ്ട് ഭഗവാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നാരദർക്കൊരു സംശയം തോന്നി. കാരണം മറ്റൊന്നുമല്ല, എടാ ഈ ഭഗവാൻ മഹാഗൃഹസ്ഥനായി 16,008 എന്നൊക്കെയാ പൈപ്പ്, എത്രയായാലും ആട്ട് ഒന്നായാലും ഏതായാലും ഒന്നുണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ 16,008 പോറ്റുന്ന ഒരാളിൻ്റെ അവസ്ഥ പരമവീര ചക്രം കൊടുത്താലും മതിയാവില്ല. അല്ല, ഓരോരുത്തരും അനുഭവസ്ഥരാ. അപ്പൊ അങ്ങനെയുള്ള ഈ ഭഗവാന്റെ എന്ത് കാണണം? ദാമ്പത്യം എനിക്കൊന്ന് കാണണം. വല്ല ആവശ്യമുണ്ടോ? നമ്മളെ പോലുള്ള ഒരാൾക്കാണെങ്കിൽ ആ സംശയമുണ്ട്, അതിനകത്ത് യുക്തിയുണ്ട്. കാരണം എന്താ, ഞാൻ മുമ്പേ പറഞ്ഞതാ, ഒരാൾക്ക് ഒരാളെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുമ്പോൾ ഈ 16 ഇത് ഇങ്ങേർക്കുണ്ടാവേണ്ട വല്ല കാര്യമുണ്ടോ? ബൃഹത് വ്രതധരൻ, വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്നവൻ, ഇങ്ങേർക്ക് വല്ലവരുടെയും ഗാർഹസ്ഥ്യം കാണാൻ പോകേണ്ട കാര്യമുണ്ടോ? ഒരു ദിവസം രാവിലെ എവിടെ എത്തി? ദ്വാരകയിലെത്തി. ആദ്യം കണ്ട 4:30 തന്നെ ഒരു വീട്ടിൽ ചെന്ന് കയറി. കൃഷ്ണൻ എന്ത് ചെയ്യാന്നറിയാം? അപ്പോൾ കാണുന്ന തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ആ എക്സസൈസൊക്കെ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. കയറി വന്ന നാരദരെ കണ്ട്, വന്നാട്ടെ ഇരുന്നാട്ടെ ചായ കുടിക്കാം പറഞ്ഞു. ഭഗവാനെ ഇല്ല, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്, അത്യാവശ്യം ഒരെണ്ണം വരെ പോകണം, പോയിട്ട് പിന്നെ എന്നാൽ ശരി പൊയ്ക്കോളാൻ പറഞ്ഞു. ഓട്ടം. ഇപ്പുറത്തെ വാതിലിൽ കൂടെ അപ്പുറത്തെ കൊട്ടാരത്തിൽ ആര് വരരുത്, കൃഷ്ണൻ എത്തരുത്, അതിന് വലിച്ചു വിട്ടു. അവിടെ ചെന്നപ്പോഴോ രുക്മിണിയുണ്ട്, ഭഗവാനുണ്ട്, ഉദ്ധവരുണ്ട്, ചൂത് കളിച്ചുകൊണ്ടിരിക്കുക. കയറി വരുന്ന നാരദരെ കണ്ടപ്പോൾ ഒന്നും അറിയാത്ത, ആ നാരദരോ എത്ര നാളായി വന്നിട്ട് ഇരുന്നാട്ടെ ചായ കുടിക്കാം, വേണ്ട ഭഗവാനെ അടുത്ത വീട്ടിലോട്ട് ഓടി. അവിടെ ചെന്നപ്പോഴോ തൈലാഭ്യംഗ സ്നാനം, എണ്ണയൊക്കെ പുരട്ടി കുളിക്കാനുള്ള, അവിടെ ഇതുപോലെ തന്നെ ഓടി. അടുത്തടുത്ത് ചെന്നപ്പോൾ കുതിരലായത്തിൽ നിന്ന് കുതിരയുടെ കടിഞ്ഞാണിലുള്ള തുരുമ്പ് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുക, തുരുമ്പ് കളയാൻ. അങ്ങനെയുള്ളൊരു കൃഷ്ണനെയാണ് കണ്ടത്. അവിടെ ചെന്നപ്പോഴും വിളിച്ചു, ഇല്ല ഭഗവാനെ പോവുക, ഓർത്തോണം മണി 10 വെയിലാണ്, വെള്ളം കുടിച്ചിട്ടില്ല, എന്നാലും വകവെക്ക. കാരണം ഈ കൃഷ്ണൻ ഓടി അടുത്ത കൊട്ടാരത്തിൽ, അതാണ് രമ്യ ഹർമ്മ്യങ്ങളാ, എല്ലാം ഒരുപോലുള്ള തപ്പിയെടുക്കുക. അതുകൊണ്ടാണ് കുചേലൻ ഇച്ചിരി ബുദ്ധിമുട്ടിയെ, ഏത് കൊട്ടാരത്തിലാണെന്ന് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കും ഇല്ല. അങ്ങനെ ഒരുപോലുള്ളിടത്താ. അങ്ങനെ കുറെ ഓടി അവസാനം ഒരിടത്ത് ചെന്നപ്പോഴോ അയലോക്കംകാരനുമായിട്ട് വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ് കാണുന്നത്. എന്താ, അത് അയലോക്കംകാരൻ അതിരുമാന്തി, അവനുമായിട്ട് വഴക്ക്. വേറൊരിടത്ത് ചെന്നപ്പോഴോ കാണുന്ന കൃഷ്ണൻ എന്താ, സത്രം, ഈ പഞ്ചായത്തുകാരെല്ലാം കൂടെ വന്നു, ഒരു സത്രം പണിയണം, കിണർ കുത്തണം, അവരുമായിട്ട്. വേറൊരിടത്ത് ചെന്നപ്പോൾ കാണുന്ന ഏത് കൃഷ്ണനെയാ, തൻ്റെ തൻ്റെ മകൾക്ക് സ്ത്രീധനത്തുക കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള ഏക്കച്ചക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ. അപ്പോൾ വിവിധ. വേറൊരിടത്ത് ചെന്നപ്പോഴോ കൂട്ടുകാരന്ന് വലവെടുത്ത് ഒരു മാനിനെ എന്തു ചെയ്തു, പിടികൂടി. എന്നിട്ടോ ആ മാനിനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണനെ ആര് കാണുന്നത്? നാരദർ. സംശയം ഉണ്ടെങ്കിൽ ഭാഗവതത്തിലെ അധ്യായം എടുത്ത് നോക്കാം. അപ്പോ വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന കൃഷ്ണൻ, അതാണ് രമ്യ ഹർമ്മ്യ ക്രീഡ. എന്തിനാ ഇത് പറഞ്ഞത്? നമ്മളെ കളിയാക്കുന്നവരുണ്ട്. ഒരു കിണ്ണൻ 16,008 കൊണ്ട് നടന്നു. അല്ല, 16,008 കൃഷ്ണന്മാരായിട്ട് മാറാൻ കഴിവുള്ള കൃഷ്ണൻ 16,008 ഭവനങ്ങളിൽ
ഓരോ ഹർമ്മ്യത്തിലും ഓരോ ഗൃഹസ്ഥനും അനുഷ്ഠിക്കേണ്ടുന്ന ഓരോ ക്രീഡകളും ചെയ്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ അന്തസ്സായിട്ട് തല ഉയർത്തി ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ച കൃഷ്ണനായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നാരദർ ഭഗവാന്റെ ദാമ്പത്യം കാണാൻ ഒരധ്യായം വ്യാസൻ എഴുതുവോ? അല്ല വ്യാസന്റെ ലക്ഷ്യം. അങ്ങനെ ഓരോ വിഹാരങ്ങളും എടുക്കുക. ഇവിടെയെല്ലാം ആ ആത്മജ്ഞാനിയായിരിക്കുന്ന ഓരോ ഉപാസകന്മാരെയും ഭഗവത് മോക്ഷപദത്തിലേക്ക് നയിക്കുന്ന ഒരു കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള 3 പ്രതലങ്ങളിലൂടെയുള്ള ഒരു കൃഷ്ണനെ അവതരിപ്പിക്കാനായിരുന്നു എനിക്ക് നിർദ്ദേശിച്ചിരുന്നത്.